وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരായ ക്യാമ്പസ് സുഹൃത്തുക്കൾ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു റൂമിനകത്തിരിക്കുകയാണ്. ക്യാമ്പസുകൾ എന്ന വളരെ ചൈതന്യവത്തായ, വളരെ ഊർജസ്രോതസ് അകം വഹിക്കുന്ന ഒരു ഇടത്തിൽ നിന്ന് നമ്മളിങ്ങനെ വന്ന് ഒന്നിച്ചിരിക്കുമ്പോൾ അത് വലിയ വിസ്ഫോടനം സൃഷ്ടിക്കും എന്നാണ് SSF പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കിയാൽ ചിലരൊക്കെ നിങ്ങളുടെ പരിചയക്കാരായിരിക്കും, എങ്കിലും കുറച്ചുകൂടി അപ്പുറത്തേക്ക് നോക്കിയാൽ നിങ്ങളുടെ പരിചയക്കാരല്ലാത്ത അനേകം പേരെ കാണാം. അവരിൽ ഓരോരുത്തരും എന്താണ് പഠിക്കുന്നത് എന്നത്, അവരെന്താണ് ആലോചിക്കുന്നത് എന്നതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. സ്വാഭാവികമായി എങ്ങനെയായിരിക്കും? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നിടത്ത് രാജ്യത്തിന്, സമൂഹത്തിന് പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്ന് ഞാൻ പറയുന്നത്, ആ ആലോചനകളെല്ലാം, ആ വിഷയങ്ങളെല്ലാം അകത്ത് കൊണ്ടു നടക്കുന്ന എന്തെല്ലാം ആശയങ്ങളുണ്ടോ, വിവിധ സബ്ജക്റ്റുകൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടിയാണ് ഇവിടെ ഒന്നിച്ചിരിക്കുന്നത്. നിങ്ങൾ ശരീരങ്ങളല്ല ഇവിടെ ഒന്നിച്ചിരിക്കുന്നത്. നമ്മൾ SSF ഇങ്ങനെ ഇടയ്ക്കിടെ ഇരിക്കാറുണ്ട്. ഈ ഇരുത്തങ്ങളെല്ലാം സാമൂഹിക പ്രധാനമായ പ്രമേയങ്ങളെ ഉയർത്തിയാണ് ഇരിക്കാറ്. പ്രമേയങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ പ്രമേയങ്ങൾ നിങ്ങൾ വെച്ച ബോർഡുകൾ കാണുന്ന, നിങ്ങളുടെ ക്യാമ്പസിൽ ഉയർത്തിയ ബാനറുകളും പോസ്റ്ററുകളും കാണുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായോ എന്നത് മാത്രമല്ല അതിൽ പ്രധാനമായിട്ടുള്ളത്. മറിച്ച് ആ പ്രമേയങ്ങൾ നമ്മുടെ അകത്ത് ജ്വലിച്ച് നിൽക്കുമോ എന്നത് തന്നെയാണ് അതിപ്രധാനമായിട്ടുള്ളത്. നമ്മുടെ അകത്ത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും അകത്ത് ആ പ്രമേയം ഉണ്ടോ? അതിൻ്റെ ജ്വലനാത്മകത നമുക്ക് അനുഭവിക്കാനായാൽ അല്പാൽപമായി അത് സമൂഹത്തിന് കിട്ടുക തന്നെ ചെയ്യും, തീർച്ചയായും ലഭിച്ചുകൊള്ളും. നമ്മൾ വെച്ച ബോർഡുകളെല്ലാം സ്വാംശീകരിക്കപ്പെടുമോ എന്ന് നമ്മൾ സംശയാലുക്കളാവേണ്ടതില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ടിയില്ല. ഈ ബോർഡുകളിലെല്ലാം എന്താ നമ്മുടെ പ്രമേയം? ഷെയർ ലൈക്സ്, അബൈഡ് അൺലൈക്സ്. ഈ പ്രമേയം എല്ലാ മനുഷ്യർക്കും മനസ്സിലായോ എന്ന് നിങ്ങൾ ബേജാറാവണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർക്ക് മനസ്സിലായി കൊള്ളും. നേരെ നോക്കിയാൽ അതിൽ 3 വാക്കുകളാണല്ലോ അല്ലേ? ഷെയർ, ലൈക്ക്, അൺലൈക്ക് അല്ലേ? അബൈഡിന് വിടാ. ഷെയർ, ലൈക്ക്, അൺലൈക്ക്, 3 കാര്യങ്ങളുള്ളത്. ഒരു ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ബോർഡ് വായിക്കുന്ന ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഇത് ഈ 3 പദങ്ങളായിരിക്കും. ഷെയർ, ലൈക്ക്, അൺലൈക്ക്. ഞങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ പറ്റാത്ത ആൾക്കാരെയൊക്കെ അൺലൈക്ക് ചെയ്ത് ഒഴിവാക്കുക. ഇങ്ങനെയാണ് അല്ലേ? ഈ 3 പദങ്ങൾ ഇന്നത്തെ വെർച്വൽ ലോകം എന്നതിനൊക്കെ വലിയ ആശയതലമുണ്ട്. ആ ആശയതലങ്ങൾ നമ്മെ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. വെർച്വൽ ലോകത്ത് ഈ 3 പദങ്ങൾ അതിപ്രധാനമാണ്. ആ 3 പദങ്ങളെ തന്നെ എടുത്ത് നമ്മളൊരു റിയൽ ലോകം സൃഷ്ടിക്കാനാവുമോ എന്ന് നോക്കുകയാണ്. വെർച്വൽ ലോകത്തെ 3 പദങ്ങളെ തന്നെ എടുത്തിട്ട് ഒരു യഥാർത്ഥ ലോകത്തെ തന്നെ സൃഷ്ടിക്കാനാവുമോ എന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ ഉപയോഗിച്ചത്. നമ്മൾ അർത്ഥം വെക്കുന്നത് അതാവണമെന്നില്ല. നമ്മൾ അർത്ഥം വെക്കുന്നത് ഈ വെർച്വൽ ലോകത്തെ 3 പദങ്ങളെ അല്ല. നിങ്ങൾക്കറിയാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അൺലൈക്ക് ചെയ്യുക എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെയർ ചെയ്യുക എന്നാണ്. എന്ത് ഷെയർ ചെയ്യുക എന്നതിൽ വ്യത്യാസമുണ്ട്. ഷെയറിങ് എന്നൊരു അടിസ്ഥാന കാര്യമുണ്ട്. പദങ്ങൾ അവകളുടെ അർത്ഥങ്ങളെ വിട്ട് വേറെ എങ്ങോട്ടോ പോകും. പദങ്ങൾ അവരുടെ അർത്ഥങ്ങൾ വിട്ട് വേറെ എങ്ങോ പോകും. എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, ആ പദത്തിന് ഇങ്ങനെ ഒരു അർത്ഥമാണ് നല്ലത് എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പദം വേറെ എങ്ങോട്ടോ പോകും. ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പദം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും വിധത്തിൽ ഇങ്ങനെ പദങ്ങൾ അർത്ഥങ്ങളെ വിട്ട് മറ്റെവിടെയോ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ആ പദം ലിബറലിസം എന്ന പദമാണ്. പരിചയമല്ലേ നിങ്ങൾക്ക്?
പരിചയമില്ലേ? ലിബറലിസം എന്ന പദം പരിചയമില്ലേ? ഉണ്ട്. കേട്ടപ്പോഴത്തേ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാ വന്നത്? ലിബറലിസം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മാത്രമല്ല, കേരളത്തിലെ, ഇന്ത്യയിലെ, ഇന്നത്തെ ലോകത്തെ ഒട്ടുമുക്കാൽ മനുഷ്യർക്കും, പത്രങ്ങൾ വായിക്കുന്ന, ചാനലുകൾ കാണുന്ന, ചർച്ചകൾ കേൾക്കുന്ന ആളുകളുടെ ഒട്ടുമുക്കാൽ ആളുകളുടെയും മനസ്സിൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താ വരിക? പറഞ്ഞോളെ. ലൈംഗികത അല്ലേ? പിന്നെ ആഭാസങ്ങൾ, ആഘോഷം. ജസ്റ്റ് ലിവ് ടുഡേ, ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ടുമാറോ. അതാണ് ലിബറലിസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് വരാം. മൈ ബോഡി മൈ ചോയ്സ് അല്ലേ? ലിവ് റൈഡ് ടുഡേ, അങ്ങനല്ലേ? ഇത്തരം പദങ്ങൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ മുകളിൽ, ബാഗുകളിൽ, ഓരോരുത്തരുടെയും ഷർട്ടിന് മുഖത്ത് വിശദമായ എസ്സേകൾ തന്നെ പലരുടെയും ഷർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ലിവ് റൈഡ് ടുഡേ, ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ടുമാറോ. ഇതാണ് ലിബറലിസം എന്ന് നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചു. യഥാർത്ഥത്തിൽ ലിബറലിസം അതല്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് ഒരു ഫാസിസമാണ്. ഈ പറഞ്ഞുകൊണ്ട് വരുന്നൊക്കെ ഫാസിസമാണ് അല്ലേ? ഫാസിസം അല്ലേ? ലിവ് ടുഡേ, ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ടുമാറോ. നിങ്ങൾ പരമാവധി ആഘോഷിക്കൂ, എൻജോയ് ടു ദ എക്സ്ട്രീമം എന്നൊക്കെ പറഞ്ഞാൽ ഫാസിസമാണ്, അനാർക്കിസമാണ്, തോന്നിവാസമാണ്. ആളുകളെ അംഗീകരിക്കാതിരിക്കലാണ്, ഉൾക്കൊള്ളാതിരിക്കലാണ്. കൊടുത്ത പേര് ലിബറലിസം, ഉദാരം, എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുക എന്നാണ് പദം. ശരിക്കും ലിബറലിസത്തിന് വളരെ നല്ലൊരു അർത്ഥം ഉണ്ടായിരുന്നു. 1960 വരെ ഇന്ത്യയിൽ ആ അർത്ഥത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നില്ല. 1960 വരെ നെഹ്റു ഭരിച്ചിരുന്നു ഇന്ത്യയിൽ. നെഹ്റു ഒരു മഹാനായിരുന്നോ എന്ന് ഞാൻ പറയുന്നില്ല. നെഹ്റു ഒരു വലിയ ആശയദാതാവായിരുന്നു. അതേപോലെ ലോകതലത്തിൽ തന്നെ അനേകം ഭരണകർത്താക്കളും അല്ലാത്തവരും ലിബറലിസം എന്ന ആശയത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിനെതിരെ ഒരു വലിയ കുതിച്ചുകാട്ടം നടത്തിയിരുന്നു. അതേപോലെ അധിനിവേശങ്ങൾക്കെതിരെ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഉദാരമായ സമീപനം, എല്ലാവരെയും ഉൾക്കൊള്ളുക, ചേരിചേരാ നയങ്ങളുള്ളവരുണ്ടാകും, എല്ലാവരും ചേരിയിൽ ചേർന്ന് കൊള്ളണമെന്നില്ല. അങ്ങനെ നോൺ അലയൻസ് മൂവ്മെൻറ്റുകളിലൂടെ ഇവിടെ ഒരുപാട് ഹിസ്റ്ററി വിദ്യാർത്ഥികളും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആ ലിബറലിസം വാചകത്തിൻ്റെ അർത്ഥത്തെ കുടഞ്ഞെറിഞ്ഞ് തീർത്തും വ്യത്യസ്തമായ ഒരർത്ഥത്തിലേക്ക് പോയി. അതിൽ നിന്ന് വീണ്ടും വ്യത്യസ്തമായി അവസാനം ജസ്റ്റ് ഓപ്പോസിറ്റ് മീനിങ്ങിലേക്ക് പോയി. ജസ്റ്റ് ഓപ്പോസിറ്റ് ലിബറലിസം എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ നമ്മൾ പേടിയോ? ഇപ്പം നമ്മളെല്ലാവരും പറയും പാഠപുസ്തകത്തിൽ ലിബറൽ ആശയങ്ങളുണ്ട്, ശക്തമായി ചെറുത്ത് നിൽക്കണം, പറയേണ്ടി വരും. കാരണം ലിബറലിസം എന്ന പദത്തിന് അങ്ങനെ ഒരു അർത്ഥമായിപ്പോയി. അതേ പ്രകാരമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഷെയർ, ലൈക്ക്, അൺലൈക്ക് എന്നൊക്കെയുള്ള പദങ്ങളെ അവകളുടെ യഥാർത്ഥ അർത്ഥങ്ങൾ വിട്ട് വെർച്വൽ ലോകം അതിന് പുതിയ അർത്ഥങ്ങൾ നൽകി. ആ അർത്ഥങ്ങളിലേക്ക് പോയി. പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളോടാണ് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. കോളേജ് വിദ്യാർത്ഥികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് നിംഹാൻസ് എന്നൊരു സ്ഥാപനമുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിംഹാൻസ് എന്നൊരു സ്ഥാപനമുണ്ട്. നിംഹാൻസ് എന്നാൽ എന്തിനുള്ള സ്ഥാപന? മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നിംഹാൻസ്. ആ നിംഹാൻസിൽ 2019 വരെ ഡിജിറ്റൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിൽ 2-3 കേസുകളൊക്കെ വരാറുള്ളായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുതൽ ആഴ്ചക്ക് 2-3-4 കേസുകളൊക്കെ ഡിജിറ്റൽ അഡിക്ഷനിൽപ്പെട്ട ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി, ഡി അഡിക്ഷൻ നടത്താൻ വേണ്ടി അവിടെ കേസുമായി വരുന്നു. സാധാരണ ഡി അഡിക്ഷൻ പോലും നിങ്ങൾക്കറിയാം, മദ്യത്തിന് അടിമപ്പെട്ടവരാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാണ്. അങ്ങനെയുള്ള പ്രശ്നമുള്ളിടത്ത് വർഷത്തിൽ 1-2 ഒക്കെ ഡിജിറ്റൽ ഡി അഡിക്ഷനുകാരും വന്നിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ ഡി അഡിക്ഷന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേക സ്ഥാപനം തന്നെ തുടങ്ങി, നിംഹാൻസിനോടുമായി സഹകരിച്ച്. അതിൻ്റെ പേരാണ് DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ. അങ്ങനെ ഒരു സംവിധാനം പോലീസുമായി സഹകരിച്ച്, നിംഹാൻസുമായി സഹകരിച്ച് കൊളാബറേഷനിൽ മുന്നോട്ട് വന്നു. ഇത്ര കൂടുതൽ വന്ന ഡി അഡിക്ഷൻ, ആർക്കാണ് ഡി അഡിക്ഷൻ ആവശ്യമായി വന്നത്, ആരാണ് കൂടുതൽ അഡിക്റ്റഡ് ആയത് എന്ന അവരുടെ കണക്ക് വരുന്നത് 20% ഓഫ് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് എന്നാണ്. 20% കോളേജ് സ്റ്റുഡൻസാണ് ഡിജിറ്റൽ അഡിക്ഷന് ഉള്ളത്. ആ സംഘത്തിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ സംഘത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഷെയർ, ലൈക്ക് എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായും അതിനെ പെട്ടെന്ന് ഏറ്റെടുക്കപ്പെടുക എന്തർത്ഥത്തിലാണെന്ന് നമുക്കറിയാം. അങ്ങനെ തന്നെയാണ് നമ്മളത് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഏറ്റെടുക്കപ്പെട്ടാൽ പോരാ. ക്യാമ്പസിനകത്ത് ആശയങ്ങൾ തമ്മിൽ ഉരസണം, സംവാദത്തിൽ ഏർപ്പെടണം. വളരെ സ്വാഭാവികമായി, വളരെ ആരോഗ്യകരമായി ആശയങ്ങൾ സംബന്ധിച്ച് ഉരസലിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് തീയും പുകയും വരണം.
വരേണ്ടത് ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴുള്ള തീയും പുകയും അല്ല. ആശയങ്ങൾ തമ്മിൽ ഉരസിയിട്ട് അവ ഘർഷണത്തിൽ ഏർപ്പെട്ടിട്ട് അവിടുന്ന് തീപ്പുകകൾ വരണം. ആ തീയും പുകയും പുതിയ ആശയങ്ങളിലേക്ക് വെളിച്ചം കാണിക്കണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിബറൽ ആശയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രയോഗിക്കപ്പെട്ടത്. ക്യാമ്പസിൽ നിന്ന് വന്ന തീയായിരുന്നു അത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്യാമ്പസിൽ നിന്ന് ഷെയർ ലൈക്കിനൊക്കെ പുതിയ അർത്ഥതലങ്ങൾ കൊടുത്ത് സമൂഹത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി അധ്വാനിക്കേണ്ടത് നമ്മളാണ്. അത് അത്ര പെട്ടെന്ന് നടക്കില്ല. അത് വളരെ വളരെ സാവകാശത്തിൽ, വളരെ വളരെ പതുക്കെ വ്യാപിച്ച് പോയി ഏറ്റെടുക്കപ്പെടേണ്ട ഒന്നാണ്. മാർക്ക് ട്വെയിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മാർക്ക് ട്വെയിൻ കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. മാർക്ക് ട്വെയിൻ വളരെ പ്രസിദ്ധനായ സാഹിത്യകാരനും ചിന്തകനുമാണ്. മാർക്ക് ട്വെയിൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ വളരെ പതുക്കെയാണെങ്കിലും നിങ്ങൾ വികസിച്ചുകൊണ്ടേയിരിക്കുക എന്നത് എത്ര പ്രധാനമാണ് എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. മാർക്ക് ട്വെയിൻ പറയുന്നത് എങ്ങനെയാണ്: ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ദാൻ എ ഡിലൈഡ് പെർഫെക്ഷൻ. ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ദാൻ എ ഡിലൈഡ് പെർഫെക്ഷൻ. വളരെ പതുക്കെ നിങ്ങൾ കാത്തിരുന്ന് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു പെർഫെക്ഷൻ വരും, ഒരു സമ്പൂർണത വരുമെന്ന് കാത്തിരിക്കേണ്ട. നിങ്ങൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ആശയത്തെ ഏറ്റെടുത്താണ് SSF മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ആശയത്തെ ഏറ്റെടുത്ത് ക്യാമ്പസിനകത്ത് ഏതൊരു രാഷ്ട്രീയ സംഘത്തിനും മുന്നോട്ട് പോകാനാവുള്ളൂ. നമ്മൾ വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടി, രാഷ്ട്രീയ ചിന്തയോടുകൂടിയാണ് പറയുന്നത്. ഈ രാജ്യത്ത് ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്. ദാരിദ്ര്യത്തെയും പട്ടിണിയെയും രണ്ടായി തന്നെ എണ്ണാം നമുക്ക്. ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ രാജ്യം ഭരണഘടനാപരമായ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്, ജനാധിപത്യപരമായ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ആരാണ് ഈ പ്രതിസന്ധികളെയൊക്കെ ചർച്ച ചെയ്യുക? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്യാമ്പസിനകത്ത് നിന്ന് നമ്മൾ ഈ ഷെയറും ലൈക്കും അൺലൈക്കിനെയൊക്കെ വളരെ സ്വാഭാവികമായ അർത്ഥങ്ങൾക്ക് വിട്ടുകൊടുത്ത് ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റും വിധം ആ പദങ്ങളെ ഇട്ടേച്ചു പോന്നിട്ട് ആരാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ ഈ ഡിജിറ്റൽ ലോകത്ത്, ഈ വെർച്വൽ ലോകത്ത് ചർച്ചയ്ക്ക് കൊണ്ടുവരിക? ആ ലോകത്തിരുന്ന് സ്വപ്നം കാണുന്നവർക്ക് ആ ലോകത്ത് തന്നെ യാഥാർത്ഥ്യങ്ങളുടെ അനേകം ചർച്ചകളുണ്ട്. വരൂ കൂട്ടുകാരെ, ഇതുകൂടി കേൾക്കൂ എന്ന് പറയാൻ ആരുണ്ട്? നമ്മൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി നിരന്തരമായ തുടരെയുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ്, ഒരു പുരോഗതി നമുക്ക് സമൂഹത്തിൻ്റെ, വിദ്യാർത്ഥികളുടെ, ക്യാമ്പസിൻ്റെ അകത്തളത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതിനാണ് നമ്മൾ ഷെയർ ലൈക്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ഉന്നയിക്കുന്ന ആശയത്തിൽ? 2 വാചകങ്ങളാണുള്ളത്. അത് ഷെയർ ലൈക്സ് എന്നതും അബൈഡ് അൺലൈക്സ് എന്നതുമാണ്. 2 ആശയങ്ങളാണുള്ളത്. ഷെയർ ലൈക്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഷെയറിങ് അത് കെയറിങ് എന്ന് പറയും പോലെ അത്ര ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഷെയറിങ് ഈസ് കെയറിങ്. ഷെയറിങ് എന്ന പദം തന്നെ കെയറിങ്ങിനെയാണ് ഏറ്റെടുക്കുന്നത്. അത് വെറും ഇങ്ങനെ ഞെക്കിക്കൊടുക്കാനുള്ളതല്ല. നിങ്ങൾക്കൊരു ഒരു ഒരു ബട്ടണ് മുകളിൽ ചേർക്കാവുന്നതല്ല ആ ഷെയർ. പങ്കുവെക്കൂ എന്നാണ് അത് പറയുന്നത്. പങ്കുവെക്കൂ. നിങ്ങൾ ഷെയർ ലൈക്സ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതെല്ലാം പങ്കുവെക്കൂ എന്നത് ഇക്കാലത്ത് നമ്മൾ ഈ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും മൂലകാരണത്തെ വേരറുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ആശയത്തെ പറയുന്നത്. നിങ്ങൾ പങ്കുവെക്കൂ. എങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഭരണഘടനമായ പ്രതിസന്ധി, നിങ്ങൾ ഈ കാണുന്ന ജനാധിപത്യപരമായ പ്രതിസന്ധി, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾ, ഇവകൾക്കെല്ലാം പരിഹാരമുണ്ട്. നിങ്ങൾ പങ്കുവെക്കൂ. എന്തിന് നാം എന്തിന് പങ്കുവെക്കണം എന്ന് ഞാൻ ആദ്യം പറയാം. പിന്നെ ഞാൻ പറയാം എന്ത് പങ്കുവെക്കണമെന്ന്. പിന്നെ ഞാൻ പറയാൻ ശ്രമിക്കാം എത്ര പങ്കുവെക്കണമെന്ന്. നമുക്കൊന്ന് നോക്കാം ഈ സമൂഹത്തിന് ഈ പങ്കുവെപ്പ് സാധ്യമാണോ എന്ന്. പങ്കുവെക്കുക എന്നാണ് ഷെയർ ലൈക്സ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ടത് പങ്കുവെക്കും. എന്തിനാണ് നമ്മൾ പങ്കുവെക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ അടുത്ത് നമ്മളുടേതായി ഒന്നുമില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പങ്കുവെക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായാണ്. നമ്മളുടെ അടുത്ത് നമ്മളുടേതായി ഒന്നുമില്ല, അതുകൊണ്ട് പങ്കുവെക്കാതെ വേറെ തരമില്ല. നമ്മളുടേതായി എന്തുണ്ട് നമുക്ക്? നമ്മളുടേതായി പണമുണ്ടോ? നമ്മളുടേതായി ആരോഗ്യമുണ്ടോ? നമ്മളുടേതായി ഭക്ഷണമുണ്ടോ? ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആരുടേതാണ്? ഏതൊക്കെയോ പാടങ്ങളിൽ ആരൊക്കെയോ കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്തുണ്ടാക്കിയ വിളവുകളാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അത് അനേകം ആളുകൾ ട്രാഫിക് ജാമുകളിൽ കുടുങ്ങി ദിവസങ്ങളോളം സഞ്ചരിപ്പിച്ച് കൊണ്ടുവരുന്ന ധാന്യച്ചാക്കുകളിൽ നിന്നാണ് നമ്മൾ അവകളെ മാർക്കറ്റുകളിൽ പോയി വാങ്ങുന്നത്. ആരൊക്കെയോ അധ്വാനിക്കുന്നത്, ആരുടെയൊക്കെയോ സ്വപ്നങ്ങൾ, ആരുടെയൊക്കെയോ വിളവുകൾ. ആ വിളവുകളെ നോക്കി എത്ര പേർ ആനന്ദിച്ചിട്ടുണ്ടാകും.
അവകൾ പക്ഷേ കൊയ്തെടുത്ത് ചാക്കുകളിലാക്കി അവരുടെ മക്കൾക്കല്ല നൽകിയത്, അവയെല്ലാം ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചിരിക്കുകയാണ്, നമുക്ക് നൽകിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ പങ്കുവെക്കാതിരിക്കും? നിങ്ങളുടെ അടുത്തുള്ള സമ്പത്ത് ആരുടേതാണ്? ഈ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേക ലക്ഷം മനുഷ്യർ, അതൊരു അലങ്കാരമല്ല, അനേക ലക്ഷം മനുഷ്യർ പട്ടിണി കിടക്കുകയാണ്. അനേക ലക്ഷം മനുഷ്യർ പട്ടിണി കിടക്കുകയാണ്. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഇന്നിപ്പോൾ മന്തി വേണമോ? ഇന്നലെ കഴിഞ്ഞ ആഴ്ചയും മന്തി ആയിരുന്നില്ലേ? ഇന്ന് ജ്യൂസ് ഏത് വേണം? നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതെ എന്ത് കിട്ടിയാലും കഴിക്കാൻ തയ്യാറായിട്ട് ഈ രാജ്യത്ത് മാത്രം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി എടുക്കുകയാണ്. ആരുടേതാണ് ഈ ഭക്ഷണം? ആരുടേതാണ് ഈ ഭക്ഷണം? ആരുടേതൊക്കെയോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ പിന്നെ പങ്കുവെക്കാതിരിക്കും? ആരുടേതാണ് നിങ്ങളുടെ തലകൾ പേറുന്ന ഈ അറിവ് മുഴുവൻ? നിങ്ങളുടെ തലയ്ക്കകത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഈ അറിവ് ആരുടേതാണ്? ആരുടേതാണ്? നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പക്ഷേ ഇപ്പോൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകൾ, അവകൾക്കകത്തെ കമ്പണന്റുകൾ ആരുടേതാണ്? അതിനകത്ത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന കാഡ്മിയവും സീസിയവും ഒക്കെ ആരുടേതാണ്? അവകൾ ഏതൊക്കെയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ, മറ്റേതൊക്കെയോ രാജ്യങ്ങളിലെ ഖനികളിലുള്ള ആളുകൾ, അതിനെ പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ ചോരയും നീരും അവരുടെ ജീവിതവുമാണ്. നിങ്ങൾ അവകളെ കുറിച്ച് അന്വേഷിച്ചു പോയാൽ അറിയാം, കാഡ്മിയവും സീസിയവും ഉൾപ്പെടെയുള്ള എലമെന്റുകൾ കുഴിച്ചെടുക്കുന്ന സ്ഥലത്ത് അസ്ഥിരമാണ് ആ രാജ്യം. ബിക്കോസ് ഓഫ് ദിസ് എലമെന്റ്, ഈ ഒരൊറ്റ എലമെന്റ് അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ആ രാജ്യം അസ്ഥിരമാണ്. കാരണം അതിന് മാർക്കറ്റിൽ വിലയുണ്ട്. നമ്മൾ ക്യൂ നിന്ന് വാങ്ങുന്നു ഫോൺ, അപ്പോൾ എലമെന്റിന്റെ വില കുതിച്ചു കയറിയപ്പോൾ അവിടെ അത് കീഴടക്കാൻ അനേകം ആളുകൾ എത്തി, പല ഗുണ്ടാ സംഘങ്ങൾ എത്തി. ആ സംഘങ്ങൾ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തും തിരിച്ചെടുത്തും അങ്ങോട്ടാക്കിയും ഇങ്ങോട്ടാക്കിയും അവിടെയുള്ള ജനങ്ങളെ തീരാ ദുരിതത്തിലാക്കിയിരിക്കുന്നു. ആ ഫോണുകളാണ് ഞാനും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമ്മൾ പങ്കുവെക്കാതിരിക്കും? ആരുടെയോ സ്വപ്നങ്ങളെ തകർത്താണ് നമ്മൾ ഒരു ഫോൺ പോലും വാങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ തലക്കകത്തിരിക്കുന്ന അറിവുകളെ കുറിച്ച് ഞാൻ ചോദിച്ചില്ലേ? ആരുടേതാണ് ഈ അറിവുകൾ? ആരുടേതാണിത്? എന്റേത്. ഞാനിവിടെ നിന്ന് വളരെ ഘോരഘോരം സംസാരിക്കുന്ന ഈ അറിവുകളൊക്കെ എന്റേത് എന്ന് പറഞ്ഞ പലരും ചരിത്രത്തിലുണ്ടായിരുന്നു. അറിവ് മാത്രമല്ല, ഇതെല്ലാം ഇതൊക്കെ എൻ്റെ അടുത്തുള്ള ഒരു വിവരം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ അടുത്തുള്ള വിവരം കൊണ്ട് എന്ന് പറഞ്ഞ അനേകം മനുഷ്യരുണ്ടായിരുന്നു, എന്ന് അഹങ്കരിച്ച മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന്. ഒസിമാൻഡ്യസ് എന്നൊരു കവിതയുണ്ട് PB ഷെല്ലിക്ക്. ഒസിമാൻഡ്യസ് ആ കവിതയിൽ വരച്ചിടുന്നത് ഫറോവ റംസസ് രണ്ടാമൻ്റെ ചരിത്രമാണ്. അയാൾ വളരെ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കി, വളരെ വലിയ നിർമ്മിതികൾ. മുകളിൽ കയറി എന്ന് പറഞ്ഞു, നോക്കൂ, ഞാനിപ്പോൾ നിന്റെ ദൈവത്തെ പിടിച്ച് കൊണ്ടുതരാം, ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും ഞാൻ എടുപ്പുകൾ എടുക്കാൻ പോവുകയാണ്, ഞാൻ പിടിച്ചുകൊണ്ട് വരാം, അത്ര പ്രശ്നമൊന്നുമില്ല, നീ എന്നെ അങ്ങനെ ദൈവത്തെ കാട്ടി പീഡിപ്പിക്കണ്ട, എൻ്റെ അടുത്ത് വലിയ അറിവുണ്ട്, വലിയ കൊട്ടാര സമാനമായ അറിവുകളുണ്ട് എൻ്റെ അടുത്ത്. മാത്രമല്ല ഈ കാണുന്ന ജനങ്ങളൊക്കെ എൻ്റെതാണ്, ഈ ജനങ്ങളൊക്കെ എൻ്റെതാണ്, ഈ കണ്ട വിഭവങ്ങൾ മുഴുവൻ, ഈ കാണുന്ന നദികളിലെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഇതിലൂടെ ഒഴുകുന്നത്. ഇതിനകത്തുനിന്ന് ഒരു തുള്ളി ആർക്ക് നൽകണമെങ്കിലും ഞാൻ തീരുമാനിക്കണം. എന്നിട്ടാണോ നിന്റെ ദൈവം? ഞാൻ ഇപ്പൊ പിടിച്ചോണ്ട് വരാം, ഇപ്പൊ ഞാൻ തരാം. എന്നിട്ട് വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, Almighty, look and despair. ഓ ദൈവമേ, കണ്ടിട്ട് നിരാശയടഞ്ഞോ? ഇതുപോലൊന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്കാവില്ലല്ലോ, എന്നാ ഒന്നും ഉണ്ടാക്കുക നാളെ രാവിലേക്ക്. നല്ല വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികൾ നടത്തിയ ഒസിമാൻഡസിനെ കുറിച്ച് ഉള്ള കവിത നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിൽ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ടു വാസ്റ്റ് ആൻഡ് ട്രങ്ക്ലെസ് ലെഗ്സ് ഇൻ ദ വാസ്റ്റ് ഡെസേർട്ട്. വളരെ വലിയ വിശാലമായ രണ്ട് കാലുകൾ, അതിന് ഉടലില്ല. അക്കാലുകൾ വിശാലമായ മൈതാനത്ത് മണൽപ്പരപ്പിൽ വെറുതെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. ഏതാണ് ഈ കാലുകൾ? കവി നൂറ്റാണ്ടുകൾക്ക് ശേഷം റാംസസിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ പോയി നിന്ന് പറയുകയാണ്, ടു വാസ്റ്റ് ആൻഡ് ട്രങ്ക്ലെസ് ലെഗ്സ്. ബോഡിയില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത രണ്ട് കാലുകൾ. ഈ കാലുകൾക്ക് താഴെ കൊത്തിവെച്ചിരിക്കുന്നു, Almighty, look and despair. ദൈവമേ, കണ്ടു നിരാശയടയൂ എന്ന്. എന്ത് കാണാൻ? എന്തുണ്ട് ഇവിടെ കാണാൻ? ഒരു ശരീരം പോലും ഇല്ല, വെറും കാലുകൾ. ഈ കാലുകളെയാണോ കണ്ട് നിരാശയടയേണ്ടത് ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം? ഇങ്ങനെ മനുഷ്യന്മാരെ മുഴുവൻ കൊഞ്ഞനം കുത്തിയ, എല്ലാം എൻ്റെ അറിവാണ് എന്ന് നടിച്ച അനേകം മനുഷ്യരുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു ചരിത്രത്തിൽ എന്ന് നാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ പങ്കുവെക്കാതിരിക്കും? പങ്കുവെച്ചവരോ അവർ ചരിത്രത്തിൽ അനശ്വരരായി നിലനിന്നു. അതുകൊണ്ടാണ് നമ്മൾ പങ്കുവെക്കാൻ ആവശ്യപ്പെടുന്നത്. പങ്കുവെച്ചവർ അനശ്വരരായി ചരിത്രത്തിൽ നിലനിന്നു. നിങ്ങൾക്ക് അവസാനത്തിലേക്ക് ആളുകളെ നോക്കാം. ഡോക്ടർ അംബേദ്കറെ നോക്കാം. അംബേദ്കർ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് കഴിഞ്ഞു പോയ ആളാണ്.
പഠിച്ച അറിവുമായി വളരെ വലിയ കൊട്ടാര സമാനമായ ഗോപുരങ്ങളിൽ കിടക്കാൻ മാത്രം വലിയ അറിവ് നേടിയിട്ടുണ്ട്. വേണമെങ്കിൽ പെട്ടെന്ന് റിസൈൻ ചെയ്ത് പെട്ടെന്ന് ആളുകളുമായി ചേർന്ന് എന്ന് ഓക്കെ വെൽ ആൻഡ് ഗുഡ് എന്ന് പറഞ്ഞു പോയാൽ സൂട്ടും കോട്ടും ഇട്ട് വളരെ വലിയ കൊട്ടാരങ്ങളിൽ വിശ്രമിക്കാം. അയാൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി പണിയെടുത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊരു ഭരണഘടന നമുക്കുണ്ടാക്കി തന്നു. കലഹത്തിലേർപ്പെട്ടു. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന അതാണ്, ക്യാമ്പസിനോട് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നതാണ്. കലഹത്തിലേർപ്പെടൂ. നിങ്ങൾ റിസൈൻ ചെയ്യല്ലേ, നിങ്ങൾ നിരാശരാവില്ലേ, നിങ്ങൾ രാജിയാവില്ലേ, നിങ്ങൾ കലഹത്തിലേർപ്പെടൂ. അംബേദ്കർ കലഹത്തിലേർപ്പെട്ടു, ഗാന്ധിജിയോട് പോലും കലഹത്തിലേർപ്പെട്ട് ഗാന്ധി നിരാഹാരം ഇരുന്നു അംബേദ്കറുടെ ആശയത്തിനെതിരെ. ആളുകൾ അംബേദ്കറുടെ അടുത്ത് പോയി കാലിൽ വീണ് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ഗാന്ധിയുടെ അടുത്ത് പോയി മാപ്പ് പറയണം, എന്നിട്ട് അയാൾ നിരാഹാരം പിൻവലിക്കട്ടെ. അംബേദ്കറുടെ തലയ്ക്കകത്ത് പക്ഷേ ആ ജാതീയത കൊണ്ടുണ്ടായ ജനങ്ങളുടെ പ്രയാസങ്ങൾ, തൻ്റെ മഹർ ജാതിക്കാരായ അനേകം മനുഷ്യർ വെള്ളം കോരാൻ പറ്റാതെ നാട്ടിൽ രാത്രി ഇറങ്ങി വെള്ളം ശേഖരിക്കുകയാണ്. പകൽ പുറത്തിറങ്ങിയാൽ അവരുടെ ഷാഡോ കൊണ്ട് അശുദ്ധമായി പോകും മനുഷ്യർ. ഷാഡോ കൊണ്ട്, നിഴലുകൊണ്ട് അശുദ്ധരായി പോകും. അവർ വെള്ളത്തിലേക്ക് നോക്കിയാൽ അവരുടെ നിഴൽ വെള്ളത്തിൽ വീണാൽ ആ വെള്ളം പിന്നെ 4 ദിവസത്തേക്ക് കുടിക്കാൻ പറ്റില്ല ഉന്നത ജാതിക്കാർക്ക്. അതുകൊണ്ട് മഹർ ജാതിക്കാർ വീട്ടിൽ ഒടുങ്ങിയിരിക്കുകയാണ്. അവരോട് ഗാന്ധി പറയുകയാണ്, നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ചേരൂ എന്ന്. അപ്പോൾ ഈ അംബേദ്കർ പറയുകയാണ്, വാട്ട് ഫ്രീഡം? എന്ത് ഫ്രീഡത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് മൂവ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് ഈ ജാതീയതക്കെതിരെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കണം. അതിനുശേഷം നിങ്ങളുടെ ഏത് പൂന പാക്റ്റിന് ഞാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അംബേദ്കറുടെ ഇപ്പുറത്ത് നിന്ന് ഗാന്ധി പറഞ്ഞു, ഇയാൾ കൂടി നിൽക്കാതെ ഞാൻ നിരാഹാരത്തിന് പോവുകയാണ്. അംബേദ്കർ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാലും എനിക്ക് ഈ അനേക ലക്ഷം മനുഷ്യരുടെ വിശപ്പ് അതിപ്രധാനമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ ഗാന്ധിക്ക് വേണ്ടി തൽക്കാലം നിന്നു കൊടുക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ. ഒരു മനുഷ്യന് അറിവുണ്ടായപ്പോൾ അയാൾ ജനങ്ങളെ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വേദിയിലിരുന്ന് അംബേദ്കറെ കുറിച്ച് പറയുന്നു. എത്ര മനുഷ്യർ വന്ന് ജീവിച്ച് മരിച്ചുപോയി. അവരൊക്കെ കിട്ടിയ അറിവും കൊണ്ട് ബാരിസ്റ്ററായി ലണ്ടനിൽ പോയി ലോകങ്ങൾ കീഴടക്കി എന്നൊക്കെ പറയും. എന്തുണ്ടായി? ആരവരെ ഓർക്കും? ആരവരെ കുറിച്ച് പറയും? പറയുന്നവർ തന്നെ നിന്ദയോടുകൂടിയല്ലേ പറയുള്ളൂ. വളരെ നിന്ദയോടുകൂടി. എന്ത് സംഭവിച്ചു? അവർക്ക് ലഭിച്ച അറിവുകൾ, നമുക്കകത്തുകൂടെ കടന്നു പോകുന്ന ക്യാഷിന്റെ ഫ്ലോ, നമുക്കകത്തൂടെ കടന്നു പോകുന്ന അറിവിന്റെ ഫ്ലോ, ഇതൊക്കെ നൂറ്റാണ്ടുകളായി വരുന്ന ഒന്നിന്റെ ഒരു തുടർച്ച മാത്രമാണ്. ഞാൻ ഇവിടെ ഈ ഒഴുക്കിനകത്ത് ഇങ്ങനെ നിന്നു കൊടുക്കുന്ന ഒരാൾ മാത്രം. എന്നെ തഴുകി ഈ ക്യാഷ് ഇങ്ങനെ കടന്നു പോകും. നിങ്ങളുടെ അടുത്ത് എത്ര ക്യാഷ് വന്നു? ഒരുപക്ഷെ നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് അത്രയധികം ക്യാഷ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ കുറിച്ച് ആലോചിക്കൂ. എത്ര അധികം ക്യാഷ് കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ട് 20 വർഷം കൊണ്ട് നിങ്ങളുടെ ഫാമിലിയിലൂടെ കടന്നുപോയി. ആ ക്യാഷൊക്കെ അവിടെ ഇങ്ങനെ തടഞ്ഞു വെച്ച് കുഴിയിൽ കുഴിച്ചിട്ടതാണോ? അല്ല, ആ ക്യാഷ് പോയി. From where it came, where it went, നമുക്കറിയില്ല. എവിടുന്നൊക്കെയോ വന്നു, എങ്ങോട്ടൊക്കെയോ പോയി. Then what for we were struggling? എന്തിനേന് പിന്നെ നമ്മളിങ്ങനെ അധ്വാനിച്ച്? എന്തിനേന് പിന്നെ ഈ ക്യാഷ് എന്ന് പറഞ്ഞ് അധ്വാനിച്ച്? ക്യാഷ് എവിടെ? ക്യാഷ് ഇല്ല. ക്യാഷൊക്കെ എവിടെയോ പോയി. ക്യാഷ്, മണി ഫ്ലോ എന്നത് സൊസൈറ്റിയുടെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മളതിൻ്റെ ഭാഗമായി നിന്നു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലോയെ കുറെ കൂടി നന്നാക്കാനാവും. നിൽക്കുന്ന ഒരാൾക്കൊന്ന് തള്ളിക്കൊടുക്കാനാവും. പോട്ടെ, എല്ലായിടത്തേക്കും പോട്ടെ എന്ന് തള്ളിക്കൊടുക്കാനാവും. ഒരാൾക്ക് ഇങ്ങനെ തടസ്സമായി നിൽക്കാനാവും. ഇല്ല, അങ്ങോട്ട് കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട എന്ന്. പക്ഷേ ആ മണി തീർച്ചയായും ഫ്ലോ ചെയ്തിരിക്കും. അത് പോവും. പക്ഷേ നിങ്ങൾക്കൊരു തടസ്സമായാണോ നിങ്ങൾ നിന്നത്? അല്ല, നിങ്ങളൊരു ഫ്ലോയെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആളായാണോ നിന്നത് എന്ന ചരിത്രം ഈ ഫ്ലോയിൽ ഉണ്ടാകും. ഈ ഫ്ലോ പറയും, അവിടെ അയാൾ ഒന്നുകൂടി നന്നായി തള്ളിയിരുന്നു കേട്ടോ, ഇവിടെ ഇയാൾ പിടിച്ചു വെക്കുകയായിരുന്നു കേട്ടോ എന്ന് പറയും. അതുകൊണ്ട് നിന്നയും അനുഗ്രഹമോ നമുക്ക് എന്ത് വേണം എന്ന് നമ്മൾ ആലോചിക്കണം. ഈ പണം ഇവിടെ നിൽക്കില്ല, ഈ അറിവ് ഇവിടെ നിൽക്കില്ല, ഇത് പരന്നൊഴുകും. നിങ്ങൾക്ക് ലഭിച്ച അറിവ് ഇതൊക്കെ എൻ്റേതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വെക്കുകയാണോ? അത് ചരിത്രം രേഖപ്പെടുത്തപ്പെടും. അയാൾ ഒന്നും നൽകിയില്ല കേട്ടോ, അയാൾ ഒന്നും നൽകിയില്ല. അവിടെ നിൽക്കുമോ? അതങ്ങ് പോകും. ഇറ്റ് വിൽ ഫ്ലോ എഗെയിൻ. അതങ്ങോട്ട് ഒഴുകി പോകും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് പങ്കുവെക്കാതെ യാതൊരു വഴിയുമില്ല. നമുക്ക് പങ്കുവെക്കുകയല്ലാതെ ഈ ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഇങ്ങനെ പങ്കുവെച്ച് മുന്നോട്ട് പോകുന്നവരെ കുറിച്ച് അറിയുമ്പോൾ അവരെത്രമാത്രം പങ്കുവെച്ചു എന്ന് നമ്മളിങ്ങനെ പേർത്തും പറയുമ്പോൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഈ 15 നൂറ്റാണ്ടിനിപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ, ആരായിരുന്നു ആ മനുഷ്യൻ എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ എന്താണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ കടന്നു വരുന്നത്? എന്താണ് കടന്നു വരുന്നത്? അവിടുന്ന് പങ്കുവെച്ച സമ്പത്തിന്റെ അളവില്ലായ്മ. ഉള്ളത് മുഴുവൻ. ഹൗ മച്ച് എന്നൊരു ചോദ്യമുണ്ട് അവസാനത്തിൽ. ഹൗ മച്ച്?
ആ ചോദ്യത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഉത്തരമല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. എത്ര എന്ന ചോദ്യത്തിന് അത്രയും കൊടുത്തു, മുഴുവനായി പങ്കുവെച്ചു. നമ്മൾ ഓർക്കുന്നു കൊടുക്കാതെ പിടിച്ചു വെച്ച, കിട്ടിയ ഒട്ടകത്തെ മുഴുവൻ പിടിച്ച് കയ്യിൽ കൊണ്ടുവച്ച, പാവങ്ങളുടേത് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവച്ച ഒരു അബൂജഹലിനെ എന്തിന്റെ പേരിലാണ് നമ്മൾ ഓർക്കുന്നത്? എത്ര നിന്ദയോടെയാണ് ചരിത്രം സ്മരിക്കുന്നത്. എങ്കിൽ പങ്കുവെക്കൂ. രാജ്യം തേടുന്ന മുഴുവൻ ഉത്തരങ്ങളും അവിടെയുണ്ട്. സമൂഹ നിർമ്മിതിക്ക് ആവശ്യമായ മുഴുവൻ പരിഹാരങ്ങളും അവിടെയുണ്ട്. നമുക്ക് പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത് എന്നതുകൂടി, എന്തിന് പങ്കുവെക്കണമെന്നതിൻ്റെ ഉത്തരമായി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. എന്തിന് പങ്കുവെക്കണമെന്നതിൻ്റെ ഉത്തരമായി ഞാൻ ഒന്ന് പറഞ്ഞത്, സമൂഹം നിങ്ങൾ ഓർക്കുമെന്നാണ്. നിങ്ങൾ ഈ ഫ്ലോയെ ആക്ടിവേറ്റ് ചെയ്തു എന്ന്, ആ ഫ്ലോ നിങ്ങളെക്കുറിച്ച് സ്മരിക്കുമെന്നാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് തിരിഞ്ഞൊന്ന് ആലോചിച്ചാൽ ബാക്കിയുള്ള ഒരേ ഒരു സ്മരണ നിങ്ങൾ വെച്ച പങ്കുകൾ മാത്രമായിരിക്കും. നിങ്ങൾ എന്ത് പങ്ക് ഈ സൊസൈറ്റിക്ക് നൽകി എന്നത് മാത്രമേ നിങ്ങൾക്ക് ആനന്ദം നൽകുകയുള്ളൂ. അത് മാത്രമേ നിങ്ങൾക്ക് ആനന്ദം നൽകുകയുള്ളൂ. നിങ്ങൾ ഉപയോഗിച്ച് തീർന്നു പോയതെല്ലാം തീർന്നുപോയി. നിങ്ങൾ കൊടുത്തതെല്ലാം ബാക്കിയായി. എല്ലാം ബാക്കിയായി. കൊടുത്തതെല്ലാം ബാക്കിയായി. നിങ്ങൾ ഉപയോഗിച്ചതെല്ലാം തീർന്നുപോയി. അതുകൊണ്ട് തീർന്നു പോവാൻ വേണ്ടിയല്ല, ബാക്കിയാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ ഒരു ജീവിതത്തെ പിന്നോട്ട് നോക്കി കാണാനാവണമെങ്കിൽ പങ്കുവെക്കൂ. ഉള്ളതെല്ലാം പങ്കുവെക്കൂ. അങ്ങനെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആനന്ദത്തിൻ്റെതായ ഒരു ഭൂതകാലം നമുക്കുണ്ടാകും. ഇന്നലെയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്? ഇന്നലെയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നലെ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു ലാൻഡ് മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇന്നലത്തെ 24 hours നിങ്ങളിൽ വരില്ല. അത് മെന്യാന്നെക്കുറിച്ച്, കഴിഞ്ഞ വർഷത്തിലെ ഒരു ദിവസത്തെക്കുറിച്ച് കലണ്ടർ മറിച്ചിട്ട് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ കലണ്ടർ സ്വൈപ്പ് ചെയ്ത് പോകൂ നിങ്ങൾ 2019 അതിലൊരു ദിവസം റാൻഡമായി സെലക്ട് ചെയ്യൂ. വാട്ട് വാസ് ദാറ്റ് ഡേ? എന്തായിരുന്നു ആ ദിനം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഇന്നത്തെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഈ 2023 ഡിസംബർ മാസത്തിലെ ഇന്നത്തെ ഡേറ്റ് എത്ര? 23. ഗുഡ് ഡേറ്റ് ആണല്ലേ. 2023 ഡിസംബർ 23 എന്തായിരുന്നു, വാട്ട് വാസ് ദാറ്റ് ഡേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരവുണ്ട്. അത് ക്യാമ്പസ് അസംബ്ലി ആയിരുന്നു. അന്ന് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ ഷെയറിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്ന് ഒരു ലാൻഡ്മാർക്കുണ്ട്. വാട്ട് വാസ് 2022 ഡിസംബർ 23 എന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരമായിരിക്കും. ആ വല്ലതും നിങ്ങൾ പങ്കുവെക്കണമെന്ന് ആലോചിച്ചത്, അങ്ങനെ ഉദ്ദീപിപ്പിച്ചത്, നിങ്ങൾ എന്തെങ്കിലും ഒരു പണിയെടുത്തത് ഒരു ലാൻഡ്മാർക്ക് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ചില ലാൻഡ്മാർക്കുകൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? അതുകൊണ്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കൂ എന്നാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. എന്താണ് പങ്കുവെക്കേണ്ടത് എന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. എന്താണ് പങ്കുവെക്കേണ്ടത്? വാട്ട് വിൽ ബി ഷെയർ? എന്ത് നമ്മൾ ഷെയർ ചെയ്യാം? ഒന്ന് സമ്പത്ത്, അല്ലേ? പെട്ടെന്ന് വരിക അതാണ് സമ്പത്ത്. പണം. സമ്പത്ത് എന്നതിന് പണം എന്ന് നമ്മൾ വേഗം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഗാന്ധിത്തല മാത്രമാണോ ഓർമ്മ വരുന്നത് എനിക്കറിയില്ല. പലതും ഉണ്ട്, അല്ലേ? പണമൂല്യമുള്ള പലതും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ മൂല്യമുള്ളതിനെ എല്ലാം ചേർത്ത് വെച്ച് സമ്പത്തിനെ ഷെയർ ചെയ്യണം എന്ന് പറയാം. ദാരിദ്ര്യമുണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അനേക മനുഷ്യർ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞു. പട്ടിണി എന്ത് എന്ന് അനുഭവിക്കാത്ത നമുക്ക് പട്ടിണിയെക്കുറിച്ച് അത്ര നന്നായി അറിയില്ല. അതുകൊണ്ട് നമുക്ക് എത്ര പങ്കുവെക്കണമെന്ന് ഇപ്പോഴും അറിയില്ല. പള്ളിയിൽ കൈകാട്ടി വരുന്ന ആൾക്ക് എന്ത് കൊടുക്കണമെന്ന് നമുക്കൊരു നിശ്ചയമുണ്ട്. ആ നിശ്ചയമുള്ളത് നമ്മൾ കൊടുക്കുള്ളൂ. കാരണം നമ്മൾ പട്ടിണിയെ അനുഭവിച്ചിട്ടില്ല. നമ്മൾ വീടില്ലായ്മയെ അത്ര നന്നായി അനുഭവിച്ചിട്ടില്ല. പട്ടിണി എന്ത് എന്ന് അനുഭവിക്കുമ്പോൾ മാത്രം നിങ്ങൾ ഒരു പട്ടിണിക്കാരനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് നൊന്തുപോകും. നിങ്ങൾക്ക് കാണാം, അങ്ങാടിയിലെ ഷോപ്പിലൂടെ അടുത്തുകൂടെയൊക്കെ യാചിച്ചു വരുന്നവർക്ക് ചില പച്ചപ്പാവങ്ങൾ 50 രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ സൂട്ടും കോട്ടിട്ട ആൾക്കാരൊക്കെ 10 രൂപ കൊടുക്കുന്ന ആൾക്ക് പച്ചപ്പാവങ്ങൾ ചിലപ്പോൾ 50 രൂപ കൊടുക്കും. അയാളുടെ അടുത്ത് ആകെ 75 രൂപ ഉണ്ടാവുള്ളൂ, എന്നാലും 50 രൂപ കൊടുക്കും. കാരണം അയാൾക്ക് വിശപ്പ് എന്താണെന്ന് അറിയാം. അയാൾക്കറിയാം എന്താണ് ഈ തീക്ഷ്ണമായ അനുഭവം എന്ന് അയാൾക്കറിയാം. നമുക്കെല്ലാവർക്കും പട്ടിണി എന്ന് പറയുന്നത് ഒരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ മറന്നുപോയ ഒരു നേരത്തെ ഭക്ഷണം, അതിൻ്റെ ഒരു ഓർമ്മ, അതാണ് പട്ടിണി, അതാ വിശപ്പ്, അല്ലേ? നിങ്ങൾക്ക് വിശപ്പ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ? ഒരുപക്ഷെ നോമ്പ് നോറ്റപ്പോൾ കുറച്ച് തോന്നിയൊരു വിശപ്പ്. അതിനേക്കാളേറെ നോമ്പ് നോറ്റപ്പോൾ അത്താഴം കഴിക്കാൻ മറന്നിട്ടുണ്ട്, ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഉച്ചയ്ക്ക് ഓർമ്മ വരുമ്പോൾ ആ ഓർമ്മ മാത്രമാണ് നമ്മുടെ വിശപ്പ്. ആ ഓർമ്മയില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല. അത്താഴം കഴിച്ചില്ലല്ലോ പടച്ചോനെ എന്നൊരു ഓർമ്മ. അങ്ങനെ കഴിക്കാൻ പറഞ്ഞ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ഓർമ്മ മാത്രമാണ് നമുക്ക് ഭക്ഷണം എന്ന് മലയാളത്തിൽ പറഞ്ഞു വെച്ച് പോയ ആളാണ് MT വാസുദേവൻ നായർ. അയാൾ വളരെ വളരെ വിഷാദമുഖമായി, വളരെ ഫീലിങ്ങോടുകൂടെ ആ വാക്യം പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് വിശപ്പ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന്.
ആ വിശപ്പറിയുന്ന ഒരാൾ സമ്പത്തിനെ പങ്കുവെക്കും. സമ്പത്ത്, ഞാൻ ആ ഭാഗം വിടുന്നു. സമ്പത്ത് പങ്കുവെക്കുന്നതിനെ കുറിച്ച്, സമ്പത്ത് എത്ര പങ്കുവെക്കണമെന്ന് നമുക്ക് പിന്നീട് പറയാം. അറിവുണ്ട് നമുക്ക്, അറിവ്. നിങ്ങളുടെ അറിവ് നിങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടോ ആരെങ്കിലുമായി? അറിവ് പങ്കുവെക്കപ്പെടാനുള്ളതാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിക്കോസ് സിലബസ് ഒന്നും നമ്മളുടേതല്ല. ഈ സിലബസ് ഉണ്ടാക്കിയ അറിവിൻ്റെ മൂല്യം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ആ അറിവുകൾ എഴുതി വെക്കാൻ ഉപയോഗിച്ച ഒരു പേനയുടെ മൂല്യം പോലും നമുക്ക് കൊടുക്കാനാവില്ല. നിങ്ങൾ 5 രൂപ കൊടുത്ത്, 8 രൂപ കൊടുത്ത്, 20 രൂപ കൊടുത്ത് വാങ്ങി പോക്കറ്റിൽ സൂക്ഷിക്കുന്ന പേന, ആ പേനയ്ക്ക് എത്ര രൂപ വിലയുണ്ട്? 5 രൂപൻ്റെ മുട്ടായിക്ക് എത്ര രൂപ വില ഉണ്ട് എന്ന് ചോദിക്കുന്ന തമാശയല്ല ഞാൻ ചോദിച്ചത്. 5 രൂപൻ്റെ കോലുമുട്ടായിക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കുന്ന തമാശയല്ല. 5 രൂപക്ക് നിങ്ങൾ വാങ്ങിയ പേനയ്ക്ക് എത്ര രൂപ വിലയുണ്ട്? 5 രൂപയാണോ? അല്ല. ആ പേന ഒരു 5 രൂപയുടെ കൂടല്ല. ആ പേന ഒരു 2 രൂപയുടെ മഷിയല്ല. ആ പേന ഒരു 50 പൈസയുടെ നിബ്ബല്ല. മറിച്ച് ആ നിബ്ബ് എന്നൊരാശയം ഉണ്ടായിട്ടുണ്ട്. ആ പേന ഒരു കൂടിനകത്താക്കാമെന്ന അത്യത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട്. ആ കണ്ടുപിടുത്തം ഒരാൾ ഉറങ്ങി എഴുന്നേൽപ്പപ്പോൾ ഉണ്ടായതല്ല. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി മനുഷ്യർ പല രീതിയിൽ എല്ലിൽ തോലിൽ കുത്തിവരഞ്ഞ് അധ്വാനിച്ച് എഴുതി നോക്കിയിട്ട്, മഷി കോലിൽ കുത്തി എഴുതിയിട്ട് അങ്ങനെ പയ്യെ കണ്ടെത്തപ്പെട്ടതാണ് ഈ 5 രൂപയുടെ പേന. 5 രൂപ കൊടുത്ത് നിങ്ങളത് വാങ്ങി വളരെ വലിയ സംഭവമായി എൻ്റെ പേന എന്ന് പറയും. പക്ഷേ ആ പേന എന്ന ആശയത്തിന് നിങ്ങൾ ഒരു 5 പൈസ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കതിന് പേ ചെയ്യാൻ കഴിയില്ല. വി കനോട്ട് പേ. നമുക്ക് പേ ചെയ്യാൻ കഴിയില്ല. നമുക്ക് വളരെ നിസ്സഹായരായി ആ പേന ഉപയോഗിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എങ്കിൽ ഈ അറിവ് ആരുടേതാണ്? എങ്ങനെ നമ്മൾ ഈ അറിവ് പങ്കുവെക്കാതിരിക്കും? രാജ്യത്ത് അനേകം മനുഷ്യർക്ക് ആ എന്നറിയില്ല, ABCD അറിയില്ല. വായിക്കാൻ അറിയുന്നവർ വളരെ വളരെ വിളരം. അല്ല, അങ്ങനെ പറയാം. അങ്ങനെ അറിയുന്നവരും വളരെ വിരളം. വായിക്കാൻ അറിയുന്നവർ. ഇത്രയും ആളുകൾക്ക് വായിക്കാൻ അറിയാത്ത കാലത്ത് എനിക്ക് അക്ഷരം അറിയാം. ഞാൻ ഈ അഭിമാനവുമായി ഇവിടെ ഇരിക്കുകയാണോ? അക്ഷരം അറിയാമെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണോ? അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ SSFന്റെ ക്യാമ്പസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ സ്കൂൾ തുടങ്ങി. സ്കൂൾ ആര് തുടങ്ങി? ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തുടങ്ങി. SSF യൂണിറ്റിലെ പ്രവർത്തകർ തുടങ്ങി. ആ സ്കൂൾ വർഷങ്ങൾ പിന്നിട്ട് ഇപ്പോൾ വളരെ ഗംഭീരമായി നടന്നു പോകുന്നു. നടത്തുന്നത് ഇപ്പോഴും ആ വിദ്യാർത്ഥികൾ തന്നെയാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ SSFന്റെ പ്രവർത്തകർ. ഒരു വിദ്യാർത്ഥിക്ക് എത്ര പങ്കുവെക്കാനാവും, ഒരു വിദ്യാർത്ഥിക്ക് എത്ര അറിവ് കൊടുക്കാനാവും എന്നതിൻ്റെ മഹത്വകരമായ ഒരു ഉദാഹരണമായി ഇന്നും ആ ക്യാമ്പസ് ജീവിച്ചിരിക്കുന്നു. ആ വിദ്യാർത്ഥികൾ അതിനെ നടത്തിക്കൊണ്ടുപോകുന്നു. എത്ര മനുഷ്യരാണ് വായിക്കാൻ അറിയാത്തവർ? SSF നമ്മൾ ഇന്ത്യൻ ജനത എന്നൊരു മുദ്രാവാക്യം ഉയർത്തി ഈ ഇന്ത്യയുടെ തെരുവുകളിലൂടെ നടന്നു നോക്കി. നമ്മൾ എന്ന ആശയം എത്ര മഹത്തരമായ ആശയമാണ്. ആരോടാണ് ഇത് പറയുന്നത്? നമ്മൾ എന്ന്. അത് പറയുമ്പോഴേ അതിൻ്റെ മൂല്യം മനസ്സിലാവുള്ളൂ. എനിക്കും നിങ്ങൾക്കും നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞാൽ വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ജനത തന്നെയാണല്ലോ. എന്താ ഇപ്പം ഇങ്ങനെ പേർത്തും പറയാൻ? പക്ഷേ നമ്മളാണ് ഈ ഇന്ത്യ എന്നറിയുന്ന എത്ര പേർ ഇന്ത്യയിലുണ്ട്? ഏറ്റവും മിനിമം ഒരു 60% ആൾക്കാർക്ക് ഇത് അറിയില്ല, നമ്മൾ എന്നതാണിത് എന്ന്. ഇതൊക്കെ ഒരു ഭരണം ഏതൊക്കെയോ വലിയ യജമാനന്മാർ ഭരിക്കുന്നു. അവരുടെ നാട്, അവരുടെ ലോകം. ഞങ്ങൾ പച്ചപ്പാവങ്ങൾ രാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കാൻ പോകുന്നു. തിന്നാൻ കിട്ടിയാലായി. ഇത് മാത്രം ആലോചിച്ച് ജീവിക്കുന്ന മനുഷ്യരോട് നിങ്ങളുടെ അറിവ് എന്ത് പണിയെടുത്തു? അവരോട് നിങ്ങൾ പോയി പറഞ്ഞോ, കൂട്ടുകാരെ, ഈ രാജ്യം നിങ്ങളുടേതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഈ ഭരണഘടനയുടെ ആമുഖം. ആ വി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടിയാണ്. നിങ്ങളെ കൊണ്ട് സത്യം ചെയ്താണ് ഈ ഭരണഘടന തുടങ്ങിയത്. എന്നെ കൊണ്ട് സത്യം ചെയ്ത് തുടങ്ങിയ ഭരണഘടനയാണ് എന്നെ ഭരിക്കുന്നത് എന്ന്. ആ ഭരണഘടനയാണ് ഈ പോലീസുകാരുടെ വിന്യസിച്ചത് എന്ന്. ആ ഭരണഘടനയാണ് ആ കോടതിയിലെ കോട്ടിട്ട ഏമാനെ അവിടെ ഇരുത്തിയത് എന്ന അറിവ് എത്ര മഹത്തരമായ അറിവാണ്. അറിയുന്ന നമ്മൾ അത് പങ്കുവെക്കപ്പെടേണ്ട ലക്ഷക്കണക്കായ മനുഷ്യർക്ക് അല്ല, കോടിക്കണക്കായ ഇന്ത്യക്കാരോട് പങ്കുവെച്ചുവോ അത്? അങ്ങനെ പങ്കുവെക്കാൻ SSF ഒരു ശ്രമം നടത്തി. നിങ്ങൾ കണ്ടു കാണും. നമുക്കിനിയും പങ്കുവെക്കാനാവണം അനേകം മനുഷ്യരുടെ ഈ അറിവുകൾ. ഇനിയും എത്രയെത്ര അറിവുകൾ, പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അറിവുകൾ നമുക്ക് പങ്കുവെക്കാനുള്ളതാണ് ഈ അറിവുകൾ. പണം മാത്രമേ കൊടുക്കാനുള്ളൂ എന്ന് നമ്മൾ കരുതരുത്. നിങ്ങളുടെ അടുത്തുള്ള അറിവ് നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ളതാണ്. നിങ്ങളുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ എത്ര പേർ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലോ കാര്യമറിയാതെ ഉഴലുന്നവരുണ്ട്? പലരും പറയും അവനൊരു മണ്ടനാണ്, അവനൊരു കോമാളിയാണ്, അവനൊരു ലക്ഷ്യബോധവുമില്ല. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവർ. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് എത്ര പേർ ചോദിച്ചിട്ടുണ്ട് അവരോട്?
എത്ര പേർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് കേൾക്കാനാവുമോ, നിങ്ങൾക്കൊന്ന് കേൾക്കാനാവുമോ? ഞാൻ മൂന്നാമതായി രണ്ടാമത്തതിനോട് ചേർത്ത് വെച്ച് പങ്കുവെക്കാനുള്ള ഒരു കാര്യത്തെ പറയുന്നത്, നിങ്ങളുടെ സമയം നിങ്ങൾ പങ്കുവെക്കൂ. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ടൈം. ആ ടൈം എന്നത് നിങ്ങളുടെ സ്റ്റാറ്റസിനോട് ചേർന്ന് നിൽക്കുന്നു. ആ ടൈം എന്നത് നിങ്ങളുടെ അറിവിനോട് ചേർന്ന് നിൽക്കുന്നു. അത് നിങ്ങളുടെ കാതിനോട് ചേർന്ന് നിൽക്കുന്നു, നിങ്ങളുടെ കണ്ണുകളോട് ചേർന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളുടെ സമയം, നിങ്ങളുടെ കാതുകളുടെ സമയം ഒന്ന് പങ്കുവെക്കാമോ? ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് പറയാം. അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങൾ ക്യാമ്പസിലെ ക്ലാസ്സിനകത്ത് ഏതെങ്കിലും ലെക്ചറർ ചോദ്യം ചോദിച്ചാൽ അപ്പം ചാടും, ജനൽ വഴി പുറത്തേക്ക് ചാടും. കുറച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ അപ്പുറത്തൂടെ ഒന്നും ചോദിക്കാതെ കയറി വന്ന് അവിടെ ഇരിക്കും. വീണ്ടും എപ്പോഴെങ്കിലും ചോദ്യം ഉണ്ടായാൽ ജനൽ തുറന്ന് അപ്പുറത്തേക്ക് ചാടും, അപ്പുറത്തൂടെ വരും. എല്ലാവരും പറഞ്ഞു അവനൊരു നിഷേധിയാണ്, ധിക്കാരിയാണ്, തെമ്മാടിയാണ് അവൻ, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങളെ പണിക്ക് പോയിക്കോളെന്ന് പറയും. അവൻ്റെ കൂടെ കൂടി സുഹൃത്തുക്കൾ ചിലർ, എന്താണ് ഇവൻ്റെ യഥാർത്ഥ പ്രശ്നം അറിയണം, ഇവനെങ്ങനെ കൂടി നോക്കി, ഇവൻ പോയി വേറെ പണി നോക്കി കഴിഞ്ഞ് വേറെന്തോ പരിപാടിക്കണ്ടേ, നമ്മളൊരു സിഗരറ്റ് വലിക്കാം, ഇങ്ങനെ കാര്യങ്ങളെ പറയുന്നു. പിന്നാലെ കൂടി ദിവസങ്ങൾ ഇവൻ്റെ പിന്നാലെ കൂടിയപ്പോൾ അവൻ പറഞ്ഞു, പിന്നെ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം പറയാതെ കേൾക്കാനാണ് ഞങ്ങൾ വന്നേ, ഞങ്ങൾക്ക് അതൊന്ന് കേട്ടാൽ മതി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ചെയ്യും, ഞങ്ങൾ വേറെ ഒരാളോടും പറയില്ല. കേൾക്കുമോ നിങ്ങൾ? കേൾക്കും. പറഞ്ഞപ്പോൾ അവൻ ഒരൊറ്റ കരച്ചിലും കരഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് 17-18 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ ഒരാൾ എന്നോട് ഞാൻ നിങ്ങളുടെ പ്രശ്നം കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ. അവൻ കരഞ്ഞു. കുറേ സമയം കഴിഞ്ഞ് അവൻ പങ്കുവെച്ചു, എൻ്റെ പ്രശ്നം എന്താ അറിയോ, എനിക്ക് പ്രഷർ കൂടിയ ടെൻഷൻ കയറും, ടെൻഷൻ കയറിയ എൻ്റെ മൂത്രം പാസ്സാവും, യൂറിൻ പാസ്സാവും. ടെൻഷൻ കയറിയാൽ പിന്നെ എൻ്റെ യൂറിനറി കൺട്രോൾ എനിക്കില്ല, അതങ്ങ് പോകും. എന്തു ചെയ്യും? ക്ലാസ്സിൽ ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്, 19 പേരുണ്ട്. അവിടെ ഞാൻ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പം അത് നിങ്ങൾക്ക് നാണക്കേടാണ്, എനിക്ക് നാണക്കേടാണ്. പിന്നെ മേലാൽ ഈ ക്യാമ്പസിൽ എനിക്ക് കയറാൻ പറ്റൂല. അതിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ചോദ്യം ചോദിക്കുമ്പോൾ അതുവഴി ചാടുക, ചോദ്യം കഴിഞ്ഞിട്ട് ഇതിലൂടെ വരിക. വെരി സിമ്പിൾ. എന്തൊരു അവസ്ഥയാണ്! ഈ മനുഷ്യനെ കുറിച്ചാണ് നിഷേധി, ധിക്കാരി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയത്. അവനൊരു പൊട്ടൻ എന്ന് പറയുന്നത് ഇവനെ കുറിച്ചാണ്. ഒന്ന് കേൾക്കാൻ അവൻ്റെ കൂടെയുള്ള ഇത്ര വിദ്യാർത്ഥികൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ വളരെ നേരത്തെ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. ആ കുട്ടിയെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൊണ്ടുപോയി ചികിത്സിച്ചു, അവന് കോൺഫിഡൻസ് കൊടുത്തു. നോ പ്രോബ്ലം, പരീക്ഷ എഴുതൂല, അവൻ ഒരൊറ്റ പരീക്ഷ എഴുതൂല. അവനെങ്ങനെ പ്രൊമോട്ടായി എങ്ങനെയൊക്കെയോ വരുന്നതാണ്, IED ആണെന്നൊക്കെ പറഞ്ഞ് വരികയാണ്. അവനെ രക്ഷപ്പെടുത്തി. അവനൊരു കുഴപ്പമില്ല. ഇപ്പോൾ ബാഗ് വെച്ച് പോയിക്കോളൂ, കുഴപ്പമില്ല, ബാഗൊന്നും ഒരു കുഴപ്പമില്ല, അത് മുണ്ടിനകത്ത് ചുറ്റിയാൽ മതി, യൂറിനറി ബാഗ് വെച്ചിട്ട് പോയാൽ മതി, മൂത്രമൊഴിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി, മൂത്രമൊന്നും ഒഴിച്ചില്ല, ഒരു കുഴപ്പമില്ല. കേൾക്കാൻ നമ്മളുണ്ടോ? എന്തപ്പോൾ അവിടെ പങ്കുവെച്ചത്? എന്തപ്പോൾ അവർ കൊടുത്ത്? നത്തിങ് ബൈ ക്യാഷ്. ₹1 ചിലവാക്കിയില്ല, ഒന്നും കൊടുത്തില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കേട്ടവർക്ക് വലിയൊരു അറിവ് ലഭിച്ചു. ആ അറിവ് എൻ്റെ അകത്ത് എനിക്ക് ലഭിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഉൾക്കാഴ്ചയുണ്ടായി. ഒരാൾ, 2 പേർ, 3 പേർ, ക്യാമ്പസിലെ ഒരു സംഘം അവർ കേൾക്കാൻ തയ്യാറായപ്പോൾ സമൂഹത്തിന് പൊതുവേ ഒരു പുതിയ അറിവ് ലഭിച്ചു. ഒരു വിവേകമുണ്ടായി. ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്നൊരു വിവേകമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒന്ന് പങ്കുവെച്ചുകൂടെ? നമുക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടെ? നിങ്ങൾ ഇഷ്ടത്തോടെ കൊണ്ടു നടക്കുന്ന, നിങ്ങൾ ഈ പൗഡർ ഇട്ട് കൊണ്ടു നടക്കുന്ന ഈ കാത് ഒന്ന് പങ്കുവെച്ചുകൂടെ? നിങ്ങളുടെ ഈ കാഴ്ചകൾ ഒന്നുകൂടി നൽകിക്കൂടെ ആളുകൾക്ക്? You do better than look, then you observe it. You do better than look, then you observe it. You do better than read, then you absorb it എന്നൊരു വാചകമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെറുതെ ഇങ്ങനെ കണ്ടുപോകുന്നതിന് പകരം കുറച്ചുകൂടി നന്നായി ചെയ്യും, അപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്ന് പറയും. വെറുതെ ഇങ്ങനെ വായിക്കുന്നതിന് പകരം കുറച്ചുകൂടി നന്നായി ചെയ്യും, അപ്പോൾ നിങ്ങൾ സ്വാംശീകരിക്കുകയാണെന്ന് പറയും. ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്നത് ഒബ്സർവ് ചെയ്യുന്ന, വെറുതെ വായിക്കുന്നതിന് പകരം അബ്സോർബ് ചെയ്യുന്ന ആളുകളെയാണ്. അങ്ങനെ ആവാമെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സമൂഹത്തെ ഇങ്ങനെ കണ്ടുപോവുകയാണ്. വളരെ സിമ്പതറ്റിക്കാണ്, വളരെ പരിതാപകരമാണ്. എനിക്ക് കുടല് കരിഞ്ഞുപോയി കണ്ടിട്ട്, ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഒരു സിമ്പതി മാത്രം. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരാനാവുമോ? കുറച്ചുകൂടി എംപതറ്റിക് ആവാനാവുമോ? ഒന്ന് കാണാനാവുമോ? അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് പങ്കുവെക്കാതിരിക്കാനാവില്ല. നിങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കും. എന്ത് പങ്കുവെക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചനാഭരിതരാവുമെങ്കിൽ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കാത്, മോനെ ഒന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ടോൾസ്റ്റോയ് എന്നൊരു മനുഷ്യൻ ഇന്ത്യയിലെ മുഴുവൻ മൂവ്മെന്റുകളെയും പ്രചോദിപ്പിച്ച മനുഷ്യനാണ്. ഗാന്ധി എന്ന വലിയ മനുഷ്യന് വലിയ പിന്തുണയായ ആളാണ് ടോൾസ്റ്റോയ്. ഗാന്ധിജി പറഞ്ഞത്, എനിക്ക് 2 ഗുരുക്കളുണ്ട് എന്നാണ്. ആർക്കെങ്കിലും അറിയോ?
ഐ ഹാവ് 2 ടീച്ചേഴ്സ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. 2 ആൾ. ആരൊക്കെയാ? ഒന്ന് ടോൾസ്റ്റോയ് ആണ്, 2 ഗീതയാണ്. ഗീത എന്ന് പറഞ്ഞാൽ ഭാര്യൻ്റെ പേരല്ല, പിന്നെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. മറ്റേതൊരു മനുഷ്യൻ്റെ പേരാണ്. ആ ടോൾസ്റ്റോയ് എത്രത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. സമകാലീനരാണ്. ഗാന്ധിജിയും ടോൾസ്റ്റോയും തമ്മിൽ 5-6 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പോലും അയാളെ ഗുരുവാന്നാണ് പറഞ്ഞത്. ആ ടോൾസ്റ്റോയുടെ അനുഭവത്തിൽ ഒരു കാര്യം ഇങ്ങനെ ടോൾസ്റ്റോയ് വരച്ചിരുന്നത് വളരെ സിമ്പിൾ. പങ്കുവെപ്പ് പറയാനാണ് ഞാൻ പറഞ്ഞത്. പങ്കുവെക്കുന്നു. എന്ത് പങ്കുവെക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ വളരെ രസകരമാണിത്. ഒന്നുമില്ല. ടോൾസ്റ്റോയ് ഒരു ദിവസം ടൗണിലൂടെ ഇങ്ങനെ നടന്നുപോയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞ റഷ്യയാണ്, വളരെ ദരിദ്രമാണ്. ഒരാൾ യാചിച്ചുകൊണ്ടിരിക്കുന്നു. എന്തു കൊടുക്കും? ആൾക്കാരൊക്കെ ഇങ്ങനെ ചിലർ 5 പൈസ 10 പൈസ ഷില്ലിങ് അല്ലേ, 5 ഷില്ലിങ് 10 ഷില്ലിങ്ങോ കൊടുത്തു പോകുന്നുണ്ട്. ടോൾസ്റ്റോയ് എടുത്തെത്തിയപ്പോൾ ഇയാളിങ്ങനെ വല്ലതും തരണേ വല്ലതും തരണേ എന്ന് വല്ലാതെ അങ്ങോട്ട് യാചിച്ചു. ടോൾസ്റ്റോയാണെ മുഴുവനും വിറ്റ് എല്ലാം സമൂഹത്തിന് കൊടുത്ത് ദരിദ്രനായി പുറത്തിറങ്ങി നടക്കുന്ന കാലമാണ്. വലിയ പ്രഭുവായിരുന്നു ടോൾസ്റ്റോയ്. എല്ലാം കൊടുത്ത് ഒഴിവാക്കിയിട്ട് താടിയൊക്കെ നീട്ടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, പോക്കറ്റൊക്കെ തപ്പി നോക്കി, ഇനി എന്തെങ്കിലും ഷില്ലിങ് ബാക്കിയുണ്ടോ? ഒന്നുമില്ല. എങ്ങനെ ഇവിടുന്ന് പോകും? ഇയാൾ വിടുന്നില്ല. വല്ലതും തന്നിട്ട് പോവും, അല്ല എന്തെങ്കിലും തരും എന്ന് പറഞ്ഞു. അപ്പോൾ ടോൾസ്റ്റോയ് ഇയാളെ പുറത്തൊന്ന് തട്ടി എന്നിട്ട് പറഞ്ഞു, സഹോദര, ഡിയർ ബ്രദർ, ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു. എൻ്റെ അടുത്തൊന്നുമില്ല, പ്ലീസ്, സോറി, എൻ്റെ അടുത്തൊന്നുമില്ല, ക്ഷമിക്കണം. ഇത്ര മാത്രം പറഞ്ഞു. പുറത്തൊന്ന് തട്ടിയിട്ടു. ഇയാളങ്ങ് കരഞ്ഞു, കാലിൽ വീണു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട പ്രഭു, ഒന്നും വേണ്ട, നത്തിങ്, ഐ വോണ്ട് നത്തിങ്. എൻ്റെ ജീവിതം തന്നെ സഫലമായി. ടോൾസ്റ്റോയ് ചോദിച്ചു, എന്തേ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, എന്നെ കളിയാക്കിയാണോ, എന്നെ പരിഹസിക്കുകയാണോ? ഇയാൾ വീണ്ടും കരഞ്ഞു. ഒരിക്കലും അല്ല, നിങ്ങളെ പരിഹസിച്ചല്ല, നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ ഒരു മനുഷ്യൻ എന്നോട് സഹോദര എന്ന് വിളിച്ചിട്ടില്ല, ഒരാൾ പോലും വിളിച്ചിട്ടില്ല. ഡിയർ ബ്രദർ എന്ന് എന്നെ വിളിച്ച ആദ്യത്തെ മനുഷ്യനാണ് നിങ്ങൾ. ഡിയർ ബ്രദർ എന്ന് എനിക്കുണ്ടായ ഒരു ആശ്വാസം എത്രയാണെന്നറിയോ? ഡിയർ ബ്രദർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ആ മനുഷ്യർ എന്ന വിധാനത്തിലേക്ക് ഉയർന്നു. ഇതുവരെ ഞാനൊരു യാചകൻ, പിച്ചക്കാരൻ, തെണ്ടി എന്ന പ്രയോഗം നോക്കുങ്ങൾ. തെണ്ടി എന്നത് എത്ര വൃത്തികെട്ട ഒരു പ്രയോഗമാണ് നമ്മുടെ ഭാഷയിൽ. ശരിക്കും അതൊരു വൃത്തികെട്ട പ്രയോഗമാണോ? ഞാൻ നേരത്തെ ലിബറലിസം എന്ന് പറഞ്ഞ പോലെയാണ്. അതൊരു വൃത്തികെട്ട പ്രയോഗം അല്ല. നമ്മളാണ് ഇവനെ തെണ്ടിപ്പിച്ചത്, എന്നിട്ട് നമ്മൾ ഇവനെ ആക്ഷേപിക്കുകയാണ് തെണ്ടി എന്ന്. എത്ര വൃത്തികേടാണത്. നമ്മളാണ് ഈ മനുഷ്യന്മാരെ ചെറ്റക്കുടിയിൽ താമസിപ്പിച്ചത്, എന്നിട്ട് നമ്മൾ അവരെ ചെറ്റ എന്ന് വിളിക്കുകയാണ്. എത്ര വൃത്തികേടാണത്. സാമൂഹികമായ എന്തൊരു ദുരന്തമാണത്. നമ്മളാണ് ഇവൻ്റെ ഓട് കൊണ്ടുപോയത്, നമ്മളാണ് ഇവന് കോൺക്രീറ്റ് ഭവനങ്ങൾ നിഷേധിച്ചത്, എന്നിട്ട് അയാൾ ചെറ്റക്കുടിയിൽ താമസിക്കുമ്പോൾ നമ്മൾ അവനെ ചെറ്റ എന്ന് വിളിച്ച് അപമാനിക്കും, തെണ്ടി എന്ന് വിളിച്ച് അപമാനിക്കും. സഹോദര എന്ന് വിളിക്കാനുള്ള വിശാല മനസ്സ്, പങ്കുവെക്കാനുള്ള മനസ്സ്. നിങ്ങൾ എന്താ പങ്കുവെച്ചത് അവിടെ? ടോൾസ്റ്റോയ് ഒന്നും പങ്കുവെച്ചില്ല. എൻ്റെ മനസ്സ് വിശാലമാണ് എന്ന് പങ്കുവെച്ചു. അത്രേ ഉള്ളൂ, എൻ്റെ മനസ്സ് വിശാലമാണ് എന്ന് പങ്കുവെച്ചു. ആ ഒരൊറ്റ വിളിയിൽ ആ മനുഷ്യൻ വീണുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അതിൻ്റെയൊക്കെ പാഠങ്ങൾ വളരെ നന്നായി പകർന്നു തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കൂ. തബസ്സും, ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തേക്കൂ. നത്തിങ് എൽസ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്വതക്കയാണത്, ധർമ്മമാണത്. എത്ര നല്ല വാചകമാണ്. നിങ്ങൾക്കൊന്ന് പുഞ്ചിരിക്കാനാവുമോ? നിങ്ങൾക്കൊന്ന് സഹോദര എന്ന് വിളിക്കാനാവുമോ? ഒന്ന് ടാപ്പ് ചെയ്യാനാവുമോ? ഒന്ന് പാറ്റ് ചെയ്യാനാവുമോ? ഒന്ന് തട്ടാനാവുമോ? പുറത്ത് ക്യാമ്പസിൽ അനേകം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് തോന്നും ഭയങ്കര ഷെയറിൽ ഇങ്ങനെ നടന്നു പോയാന്ന്. ഒന്ന് തട്ടി നോക്കാനാവുമോ? സമൂഹത്തിൽ അനേകം പേർ പ്രയാസത്തിലാണ്. ഒന്ന് പുറത്ത് തട്ടാനാവുമോ? നിങ്ങൾക്ക് ഒന്ന് പുറത്ത് തട്ടാനാവുമോ? അങ്ങനെ നമുക്ക് പങ്കുവെക്കാനാവുന്ന സമയത്തെ നിങ്ങൾ പങ്കുവെക്കുമെങ്കിൽ ഈ കാണുന്ന ആത്മഹത്യകളിൽ നല്ലൊരു ശതമാനവും ഇല്ലാതെ പോകും. ആത്മഹത്യ മനുഷ്യർ ചെയ്യേണ്ടി വരുന്നത് സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴാണ്. അവരോട് ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞാൽ. ഞാൻ വേറൊരു കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് പറയാം. എത്ര വിദ്യാർത്ഥികളാണ് ഡിജിറ്റൽ അഡിക്ഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാൾ അയാളുടെ ഫോണൊന്ന് വാങ്ങിയിട്ട്, സുഹൃത്തുക്കളൊന്ന് ഫോണൊന്ന് വാങ്ങിയിട്ട്, മോനെ എന്തൊക്കെയാ വിശേഷം, എന്തൊക്കെയാ ഇതിൽ, സൂപ്പർ ഗെയിമാണല്ലോ, ഒന്ന് തുറന്നു നോക്കിയിട്ട്, അയ്യടാ ഇതാ സാധനം, ഈ സാധനത്തെ സൂക്ഷിക്കണം കേട്ടോ. ഇത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു ചരിത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ബ്ലൂ വെയിൽ പോലത്തെ സാധനമാണിത്. ഇത് കൊണ്ടു നടന്നാൽ അവസാന ദിനങ്ങളെ കൊണ്ടുപോയി കൊല്ലും. കഴിഞ്ഞ 2022 കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഒരാൾ ആത്മഹത്യ ചെയ്തത്. അന്വേഷിച്ച് പോയപ്പോൾ കുട്ടിക്ക് പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തു. ആ ഗെയിമിൽ ആദ്യം ചെറിയ ടാസ്കുകൾ കൊടുത്തു. ഈ ടാസ്കുകൾ ചെയ്തപ്പോൾ ഇവിടുന്ന് വലിയ അപ്രീഷിയേഷൻ കിട്ടും. അതിൻ്റെ അകത്ത് ഒരു ലേഡി വന്നിട്ട് അങ്ങനെ ഉടലോടെ വന്നിങ്ങനെ പറയും, വെൽ ഡൺ, സൂപ്പർ,
ഡിയർ യു ആർ ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ് എന്നിങ്ങനെ പറയും. ഇത് കേട്ടാൽ മതി ഇവൻ, കാരണം ഇവനോട് ആരും ഇത് പറയുന്നില്ല. അപ്പോൾ അടുത്ത ടാസ്ക് ചെയ്യും. ചെറിയ ചെറിയ ടാസ്കുകളാണ്. കോണി കയറുക, 3 പ്രാവശ്യം കയറി ഇറങ്ങുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഇന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ 2 മിഠായി അധികം വാങ്ങുക, ഒരു കോല് മിഠായി തിന്നുക ഇന്ന്. അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകളാണ്. പിന്നെ ടാസ്കുകൾ വലുതായി 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 വന്നു. ഇനി ഒരു ദിവസം പറഞ്ഞു, ഇന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ വരണ്ട, 4 മണിക്ക് വിടും, 5 മണിക്ക് വന്നാൽ മതി. 5 മണി വരെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തിൽ ചുറ്റി കളിക്കുക. അത് പൂർത്തിയാക്കി വന്നാൽ ഗെയിം ഐഡൻറ്റിഫൈ ചെയ്യും, ഫോൺ അത് ഐഡൻറ്റിഫൈ ചെയ്യും, പറയും ഗ്രേറ്റ്, വണ്ടർഫുൾ, യു ആർ ഗ്രേറ്റ്. അടുത്ത ദിവസം പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോണ്ട, പോയില്ല, വെരി ഗുഡ്, സൂപ്പർ. അങ്ങനെ അങ്ങനെ പറഞ്ഞാണ് ഈ ചങ്ങാതിയോട് പറഞ്ഞത് ഇന്ന് ബീച്ചിൽ പോകാം. ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് എന്തായിരിക്കും പിന്നെ പറയാം? ഒന്ന് അടുത്തേക്ക് പോയി നോക്കാം, എന്തിനെത്ര പേടിക്കുന്നത്, ഗുഡ്, സൂപ്പർ, ക്ലോസർ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലോസർ അയാൾ ക്ലോസായി. ഇതാരെങ്കിലും ഒരാളൊന്ന് നോക്കിയിരുന്നെങ്കിൽ, മോനെ എന്തിനത് എന്ന് ചോദിക്കാൻ. ഇത്രയും കാലത്തിനിടയ്ക്ക് 1 വർഷം ആ ഗെയിമും കൊണ്ട് നടന്നിട്ട് ആരും ചോദിച്ചില്ല. നമ്മുടെ ചുറ്റും അനേകം പേർ അങ്ങനെ നടക്കുന്നുണ്ട്. അവസാനം എവിടെയെങ്കിലും പോയി ആത്മഹത്യ നമ്മൾ പറയും, എന്തൊരു പൊട്ടൻ, നേരത്തെ നമ്മളില്ലേ തെണ്ടി, മണ്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ അവനെ ഉപേക്ഷിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ട് പങ്കുവെച്ചുകൂടാ? നമ്മുടെ ഈ അറിവിനെ എന്തുകൊണ്ട് നമുക്കൊന്ന് കേട്ടുകൂടാ? ഈ കാതിനെ ഒന്ന് പങ്കുവെച്ചുകൂടാ? എന്തുകൊണ്ടൊന്ന് കണ്ടുകൂടാ? നമ്മുടെ കാഴ്ചയെ ഒന്ന് പങ്കുവെച്ചുകൂടെ? അങ്ങനെ പങ്കുവെച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഇനിയും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് വലിയ അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്, വലിയ ഉറവ് നൽകപ്പെട്ടിട്ടുണ്ട്, നമുക്ക് അനേകം സൗകര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സമൂഹത്തിൻ്റെതാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യുമെന്ന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആൽബർട്ട് ഷ്വൈറ്റ്സർ എന്നൊരു ഫ്രഞ്ചുകാരനുണ്ട്. ഈ അടുത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് 26-ാം വയസ്സിൽ ജേർണലിസം കഴിഞ്ഞ് തൻ്റെ എല്ലാ കോഴ്സുകളും നന്നായി പാസ്സായി പൊളിറ്റിക്കൽ സയൻസിൽ MA എടുത്ത് അയാൾ ഒരു കോളേജ് ലെക്ചറായി. ജീവിതത്തിൽ ആഗ്രഹിച്ച ഏറ്റവും നല്ല പോസ്റ്റിലെത്തി. വെരി ഗുഡ്, നല്ല ഏണിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് അയാൾ ഈ വാർത്ത കണ്ടത്, ആഫ്രിക്കയിലെ കോങ്കോയിൽ അനേകം മനുഷ്യർ കുഷ്ഠരോഗം ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോങ്കോക്കാരെ കുറിച്ച് പൊതുവെ ഒരു പ്രസ്താവ്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവർ നരഭോജികളാണ്, കാനിബാൾസ്. മനുഷ്യന്മാരെ കിട്ടിയ തിന്നുകളെയും മുറിച്ച് കഷ്ണമാക്കി തിന്നു. ഇപ്പോഴും അത്തരം മനുഷ്യർ അമേരിക്കയിലെയും ആഫ്രിക്കയിലേക്ക് പല സ്ഥലത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. ഐ ഡോണ്ട് നോ, അതിനെ കേൾക്കുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ. ശരി, ഇവരെ കുറിച്ച് കാനിബോൾസ് ആണെന്ന് പ്രചാരണമുണ്ട്. എന്ത് സംഭവിക്കും? ആകെ കൂടി 3-4 ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർ കുറച്ചൊക്കെ ചികിത്സിച്ചു, അവർക്കും അസുഖം വന്ന് മരിച്ചു. പിന്നെ ആൾക്കാർ ഇങ്ങനെ ശൃംഖലയായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഫ്രാൻസ് ഉണ്ട്, അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, വലിയ സൗകര്യങ്ങളുണ്ട്, അനേകം ഡോക്ടർമാരുണ്ട്. ഇവരിങ്ങനെ ഇവിടെയൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റികളാണ്. മറ്റൊരു തോന്നിവാസ പദമാണ് സിവിലൈസ്ഡ്. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് തോന്നിവാസമായത്. സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി, അൺസിവിലൈസ്ഡ്. എത്ര സുഖമുണ്ട്. അൺസിവിലൈസ്ഡ്, അവരൊക്കെ പൗരത്വമില്ലാത്തവർ, സിവിലൈസേഷൻ ഇല്ലാത്തവർ. നമ്മൾ സിവിലൈസ്ഡ്. അങ്ങനെ സിവിലൈസ്ഡ് ആയവർ ഡോക്ടർമാരിങ്ങനെ ഇരിക്കുന്നു, സിവിലൈസ്ഡ് ആയ രോഗികൾ വരുന്നു, സിവിലൈസ്ഡ് ആയവരെ ചികിത്സിക്കുന്നു. അൺസിവിലൈസ്ഡ് ആയവർ മരിച്ചു പോവട്ടെ, ബിക്കോസ് ദേ ആർ അൺസിവിലൈസ്ഡ്. ഒരു ഹിറ്റ്ലേറിയൻ അജണ്ടയാണത്. ആൽബർട്ട് ഷ്വൈറ്റ്സർ പറഞ്ഞു, ഈ ഹിറ്റ്ലേറിയൻ അജണ്ട അല്ല നടപ്പാക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഷ്വൈറ്റ്സർ ആലോചിച്ചു, ഞാനിപ്പോൾ പത്രപ്രവർത്തനമാണ് പഠിച്ചേ, പിന്നെ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചേ, എന്താ ചെയ്യാം? കോങ്കോയിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നത് റിപ്പോർട്ട് ചെയ്യാം, അല്ലേ? അത് ചെയ്യാം. റിപ്പോർട്ട് ചെയ്താൽ ഈ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി പോവോ? ഇൻ കൊട്ടേഷൻ സിവിലൈസ്ഡ്. ഇവർ പോവാൻ സാധ്യത വളരെ കുറവാണ്. ഇവരിങ്ങോട്ട് പഠിപ്പിക്കും. നിങ്ങൾക്ക് വല്ലതും അറിയോ? അപ്പോൾ ഷ്വൈറ്റ്സർ എന്ത് ചെയ്തെന്ന് അറിയോ? 3 വർഷം എടുത്തിട്ട് മെഡിസിൻ അങ്ങ് പഠിച്ചു. ജോലി രാജിവെച്ചിട്ട് മെഡിസിൻ പഠിച്ചു. ഉള്ള കാശെല്ലാം ചെലവഴിച്ച് മെഡിസിൻ പഠിച്ചു. 1 വർഷം കൊണ്ട് അതിനൊരു ട്രെയിനിങ്ങും നേടി. വിട്ടു കോങ്കോയിലേക്ക്. ചികിത്സ തുടങ്ങി. ഒന്നും പേടിക്കാനില്ല, ആരുമില്ല ഡോക്ടർമാർ. ഇനി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും മരിച്ചു പോണ ആൾക്കാരാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചികിത്സ തുടങ്ങി. ചികിത്സിച്ച് ആ രോഗത്തെ കോങ്കോയിൽ നിന്ന് നാടുകടത്തി. അയാളുടെ ചികിത്സാ കാലത്ത് മരിച്ചുപോയ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ ആ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് രോഗം പകരുന്നതെന്ന് മാറ്റി. അതിനിടയ്ക്ക് ഷ്വൈറ്റ്സർക്ക് അസുഖം വന്നു, കുഷ്ഠം വന്നു. അപ്പോൾ ഷ്വൈറ്റ്സർ പറഞ്ഞു, ഇനി കുറച്ചുകൂടി ഫ്രീ ആയി, ഇനി എല്ലാം ഓക്കെ ആയി. ഇതുവരെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എനിക്ക് രോഗം വന്നാലോ എന്ന്. അതുകൊണ്ട് അകലത്തിൽ നിന്നാ ചികിത്സിച്ച്. ഇനി ഒന്നും പേടിക്കേണ്ട, എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. ഏത് അസുഖക്കാരനും ഏത് പാതിരാത്രി എൻ്റെ വീട്ടിൽ വരാം, ഒരു പ്രശ്നമില്ല, ഏതായാലും എനിക്ക് അസുഖം വന്നു. അയാൾ വീണ്ടും ചികിത്സിച്ചു. അങ്ങനെ അവസാനം അയാൾക്ക് നോബൽ സമ്മാനമൊക്കെ കിട്ടി സമാധാനത്തിന്. പക്ഷേ അയാൾ
അവസാനത്ത് മരിച്ചത് കുഷ്ഠരോഗത്തിൻ്റെ അണുക്കൾ ശരീരത്തിലുള്ളതുകൊണ്ട് അതിന് ചികിത്സയൊക്കെ കിട്ടിയെങ്കിലും അത് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തിട്ടാണ് അയാൾ അവസാനം മരണം അടഞ്ഞത്. പക്ഷേ അപ്പോഴേക്ക് അയാളുടെ ജീവിതത്തിൽ അയാൾ പറയുന്നത് എന്തായാലും ഞാൻ മരിക്കും. ഞാനല്ല, നേരത്തെ പറഞ്ഞ ഇൻ കൊട്ടേഷൻ സിവിലൈസ്ഡ് ആയ മുഴുവൻ ഡോക്ടർമാരും മരിക്കും. കുറേ ആൾ മരിച്ചുപോയി. ആ പോവാതിരുന്ന കാനിബാൾസ് എന്നാണ് പോയിരുന്നാലും മരിച്ചുപോയി. ഞാനിപ്പോഴും ഉണ്ട്. ഞാൻ അനേക ലക്ഷം മനുഷ്യരെ ക്യൂർ ചെയ്തു. ഞാൻ മരിച്ചാലും ഞാൻ ജീവിപ്പിച്ച അനേക മനുഷ്യർ കോങ്കോയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഞാനിപ്പോൾ മരിച്ചാലും. സോ എൻ്റെ അറിവ് എനിക്ക് ഉപകാരപ്പെട്ടു. എന്നിട്ട് ഇയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്താൻ തോന്നി? അതിനയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ കുറിച്ചു വെക്കണം. ക്യാമ്പസ് ജീവിതകാലത്ത് ഞാനൊരു കുട്ടിയുമായി ദ്വന്ദ്വ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇവൻ എന്നും വന്നിങ്ങനെ ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ എന്നോട് കളിക്കാൻ? അങ്ങനെ ഓനോട് ഞാനുണ്ട് എന്ന് പറഞ്ഞു പോയി. ഞാൻ അവനെ മലർത്തിയടിച്ചു. അവസാനം എല്ലാവരും എന്നെ പൊക്കി പറഞ്ഞു, ഇവനാള് സൂപ്പറാണല്ലോ, ഇവന് ബുദ്ധി മാത്രമല്ല നല്ല മസിൽ പവറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. അന്ന് വൈകിട്ട് ഞങ്ങൾ ക്യാമ്പസ് വിട്ട് പോകുന്ന വഴിക്ക് ഈ കുട്ടി ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന വഴിക്ക് ദൂരെയെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ശ്വേത് സാർ, ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്ന് എന്നെ തോൽപ്പിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ ലഭിക്കുന്ന ഭക്ഷണമില്ലേ, ആ ഭക്ഷണം ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ലായിരുന്നു. ഇത്രേ പറഞ്ഞുള്ളൂ. ശ്വേത് സാർ ഒരു നിമിഷം നിന്നുപോയി. ഇയാൾ ഓക്കെ എന്ന് പറഞ്ഞു പോയി. ആലോചിച്ച്, എന്താ പറഞ്ഞേ? ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അത്ര പട്ടിണിന്നാണ് വരുന്നത്. ശ്വേത് സാർ പറയാണ്, ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പുകഞ്ഞു. ഈ ആശാൻ പിന്നെ മര്യാദക്ക് ക്യാമ്പസിൽ വന്നുമില്ല. പിന്നെ ഞാനത് വിട്ടു. പക്ഷേ എൻ്റെ കോഴ്സ് കഴിഞ്ഞത് മുതൽ എനിക്ക് ഈ ഒരു ആവലാതി ഇങ്ങനെ പൊങ്ങി വന്നു. ഓഹ്, എന്തൊരവസ്ഥയാണ് മനുഷ്യന്മാർക്ക്. അപ്പൊ എനിക്ക് തോന്നി, ഞാനീ പഠിച്ചെടുത്തത് ആ ചങ്ങാതിയുടെ കൂടി സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അവൻ്റെ കൂടിയാണ് ഈ സിലബസുകൾ, ഞാൻ അതുകൂടിയാണ് ആവാഹിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പാതകമാവുമെന്ന് എനിക്ക് തോന്നി. എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് കോങ്കോയിൽ കുഷ്ഠരോഗികൾ എന്ന് കേട്ടത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് പോയി. നമ്മളുടെ കോഴ്സുകളെ എങ്ങനെ പ്രയോഗിക്കുന്നു, നമ്മുടെ ആലോചനകളെ എങ്ങനെ പ്രയോഗിക്കുന്നു? ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രമേയത്തിന് വലുതായി കൊടുത്തിരിക്കുന്നത് ലൈക്ക് അൺലൈക്സ് എന്നാണ്. അത് അബൈഡ് അൺലൈക്സ് എന്നതിനെ തന്നെയാണ് അങ്ങനെയും പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അബൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേർന്ന് നിൽക്കൂ എന്നാണ്. എന്തിനോട്? വൈജാത്യങ്ങളോട്, അൺലൈക്കുകളോട്, ഡിസ്ലൈക്കുകളോടല്ല, അൺലൈക്കുകളോട് നിങ്ങൾ ചേർന്ന് നിൽക്കൂ. നമ്മുടെ രാജ്യത്തിന് ഈ ചേർന്ന് നിൽപ്പിന്റെ വലിയ പാരമ്പര്യമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചേരിചേരാ നയം എടുത്തത്. ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ ആരോടും ചേരൂല എന്നല്ല, മറിച്ച് ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചേരുമെന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞ അലയൻസുകളോട് ചേർന്ന് അലയൻസിന് പുറത്തുള്ളവരെ നിരാകരിക്കില്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തും. എല്ലാവരെയും. അങ്ങനെ നമ്മൾ കോങ്കോയെയും ലൈബീരിയയെയും എല്ലാവരെയും ചേർത്ത് നിർത്തി. അങ്ങനെ ചേർത്ത് നിർത്തലാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന്. നാനാത്വത്തിൽ ഒരു ഏകത്വം ഉണ്ട് എന്ന്, നാനാത്വത്തിനകത്ത് ഒരു ഏകത്വം ഉണ്ട് എന്ന്. അതൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. നിങ്ങൾ അൺലൈക്കുകളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അതൊന്നാണ് എന്ന് ബോധ്യപ്പെടും, ഒന്നാണ് എന്ന്. അതുവരെ നിങ്ങൾക്ക് കറുത്തവൻ, വെളുത്തവൻ, പണ്ഡിതൻ, പാമരൻ, പാവപ്പെട്ടവൻ, പണക്കാരൻ, ഇങ്ങനെ പലതും ആയിരിക്കും. ഇങ്ങനെ നേരത്തെ പറഞ്ഞ സിവിലൈസ്ഡ് അൺസിവിലൈസ്ഡ് ആയിരിക്കും. തെണ്ടി പണക്കാരൻ ഇങ്ങനെയായിരിക്കും. ചെറ്റ ഇങ്ങനെ പലരും ഉണ്ടാവും. എങ്കിൽ നിങ്ങൾ ഈ നാനാത്വങ്ങളെയൊക്കെ അടുപ്പിച്ച് വെച്ചാലോ യു വിൽ ഫീൽ ദാറ്റ് ദർ ഈസ് എ യൂണിറ്റി. ഇത് ഒറ്റ ഒന്നാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ മനസ്സിലാകുമെന്ന് തെളിയിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിന് ഇന്ന് യൂണിറ്റി ഉണ്ടോ, ഇന്ന് ഡൈവേഴ്സിറ്റി ഉണ്ടോ, ഇന്ന് യൂണിഫോമിറ്റിയിലേക്ക് നമ്മുടെ രാജ്യം മാറുകയാണ്. യൂണിഫോമിറ്റി, നേരത്തെ പറഞ്ഞ പോലെ പദങ്ങളെ, അർത്ഥങ്ങൾ ഉപേക്ഷിച്ച് മറ്റു പദങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. യൂണിഫോമിറ്റി എന്ന് കേട്ടാൽ പെട്ടെന്ന് യൂണിറ്റി ആണെന്ന് തോന്നിയ ആൾക്കാർ അതിന് പിന്നിൽ നിൽക്കും. ഓ ശരിയാണല്ലോ, യൂണിഫോമിറ്റി അല്ലേ വേണ്ടത്. കാശ്മീർ എന്തിനാണ് ഇങ്ങനെ 370? യൂണിഫോം ആവട്ടെ എന്ന് തോന്നും. യൂണിഫോമിറ്റി എന്നത് യൂണിറ്റിയാണ് എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. നമുക്ക് ഡൈവേഴ്സിറ്റിക്കകത്ത് യൂണിറ്റിയാണുള്ളത്, യൂണിഫോമിറ്റി അല്ല. ആർട്ടിക്കിൾ 370 എന്നത് ഡൈവേഴ്സിറ്റിയുടെ പ്രതീകമാണ്. ആ പ്രതീകമാണ് ഈ രാജ്യത്തിന് യൂണിറ്റി നൽകിയത്. അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ യൂണിഫോമിറ്റിയിലേക്ക് പോകും. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയും, അയ്യടാ നിങ്ങൾ പച്ച ഷർട്ടാണോ ഇട്ടത്? പച്ച ഷർട്ട് ഒരു ദുശ്ശകുനമാണ്, അത് അങ്ങനെ ഇടരുത്. മഞ്ഞ ഷർട്ടോ? മഞ്ഞ ഷർട്ട് പറ്റില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ തലമറയ്ക്കുന്നത്? തലമറയ്ക്കരുത്. അത് രാജ്യത്തെ യൂണിഫോമിറ്റിക്ക് ഒരു സുഖമില്ല. നമ്മളെല്ലാവരും ഒരുപോലെ ആവണം.
കേട്ടാ രസമുണ്ട്. നമ്മളെല്ലാവരും ഒരുപോലെ ആവണം. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? എനിക്ക് പച്ച ഷർട്ടേ ഉള്ളൂ കൂട്ടുകാരെ, പിന്നെ എന്ത് ചെയ്യും? മറ്റേയാൾക്ക് കറുപ്പേ ഉള്ളൂ. നിങ്ങൾ ബീഫ് കഴിക്കണ്ട, രസമാണ് പറയാൻ. ബീഫ് കഴിക്കുന്ന എന്താ മരിച്ചങ്ങാണ്ട് പോവോ? ഇല്ല, മരിച്ചൊന്നും പോവില്ല. എന്നാ പിന്നെ രാജ്യത്തിന് വേണ്ടി അങ്ങ് യൂണിഫോം ആയിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ ബീഫ് കഴിക്കണമെന്ന് വാശി പിടിക്കുന്നത്? ചിക്കൻ ഇല്ലേ കഴിച്ചൂടെ? എഗ് ഇല്ലേ കഴിച്ചൂടെ? പിന്നെ എന്തെല്ലാം ഉണ്ട്, മത്സ്യങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, എന്തെല്ലാം ഉണ്ട്, കഴിച്ചപ്പോരെ? എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? യൂണിഫോം ആയിക്കൂടെ എന്ന് തോന്നും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കാലാകാലങ്ങളായി എൻ്റെ കുടുംബക്കാർ, എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടുകാർ ബീഫ് അറുത്ത് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. യു ഷോ അസ് അനദർ വേ. നിങ്ങൾ എനിക്ക് മറ്റൊരു വഴി കാണിച്ചേരി. അതൊന്നും ഇപ്പൊ കഴിയില്ല. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി യൂണിഫോം ആയിക്കോളി എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. ഇതാണ് അതിന്റെ പിന്നിൽ വലിയൊരു പ്രശ്നം. ഞാൻ കാലങ്ങളായി ചെയ്യുന്ന ഒരു പണിയാണിത്. ഈ പണി നാളെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ട് പോകാനാ? അതിനെക്കുറിച്ചൊന്നും ചോദ്യമല്ല. യൂണിഫോം ആയിക്കളി എന്നാണ്. രാജ്യത്ത് ബീഫ് കഴിക്കുന്നവരെ ആദരിച്ച രാജ്യമാണ് ഈ രാജ്യം. ബീഫ് കഴിക്കാത്തവരെയും, ബീഫ് കഴിക്കാത്ത ഗാന്ധിജി വീട്ടിൽ വരുമ്പോ ആ ബീഫ് ഉപേക്ഷിച്ച അലി സഹോദരന്മാരുടെ നാടാണ് നമ്മുടെ നാട്. എന്തിന്? ഗാന്ധിജി പറയും നോ നോ നോ, ഒഴിവാക്കരുത്, ബീഫ് കുക്ക് ചെയ്യണം, ഞാനൊരാഴ്ച മാത്രമേ നിങ്ങൾ വിട്ടു നിൽക്കുള്ളൂ, അത് വിചാരിച്ച് നിങ്ങൾ ബീഫൊന്നും ഒഴിവാക്കരുത്. അലി സഹോദരന്മാർ പറയും എൻ്റെ ഭാര്യ പറയുന്നത് ഗാന്ധി വരുമെന്നതിനാൽ 4 ദിവസം മുമ്പേ ഇവിടുന്ന് ബീഫ് ഒഴിവാക്കി. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് മാത്രം. നിങ്ങൾ പോയാൽ ഞങ്ങൾ ബീഫ് കഴിക്കും. കാരണം നിങ്ങളാവുന്ന ഒരു അൺലൈക്കിനെ, ഒരു വ്യത്യസ്തതയെ ഞങ്ങൾ അത്രയ്ക്ക് ബഹുമാനിക്കുന്നു. ഗാന്ധി പറയും അങ്ങനെ വേണ്ട, എനിക്ക് വേണ്ടി ഒഴിവാക്കരുത്, എനിക്ക് തരായിരുന്നാൽ മതി, നിങ്ങൾ കഴിച്ചോളൂ. ഇതാണ് രാജ്യത്തിൻ്റെ പാരമ്പര്യം. ആ ഗാന്ധിജി വീട്ടിൽ വരുമ്പോ അതിനുവേണ്ടി ഒരാഴ്ചക്ക് മുമ്പേ തയ്യാറെടുക്കും, എണ്ണ ചൂടാക്കി വെക്കും. ബീഫ് കഴിക്കാത്ത ഗാന്ധിക്ക് കുളിക്കാൻ, ബീഫ് കഴിക്കാത്ത ഗാന്ധിക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ സംവിധാനങ്ങൾ ഒരുക്കും. ഈ രാജ്യമാണ് നമ്മുടെ രാജ്യം. അൺലൈക്കുകളെ നമ്മുടെ രാജ്യം വളരെ നന്നായി ചേർത്ത് വെച്ചിട്ടുണ്ട്. അബലർ, പ്രയാസപ്പെടുന്നവർ, അവരെ രാജ്യം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹിറ്റ്ലറിയൻ ഐഡിയ നമ്മുടെ രാജ്യത്ത് വർക്കൗട്ട് ആയിട്ടില്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ പറയും GDP വർദ്ധിക്കണം. GDP എന്താ സാധനം? GDP എന്ന് പറഞ്ഞാൽ ടോട്ടൽ വരുമാനത്തെ ടോട്ടൽ ജനങ്ങളെ കൊണ്ട് ഹരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് GDP കിട്ടും അല്ലേ? പ്രതിശീർഷ വരുമാനം. അങ്ങനെയല്ലേ എക്കണോമിക്സുകാരുണ്ടാവും ഇവിടെ. എക്കണോമിക്സുകാർക്ക് നന്നായി അറിയാം, പൊളിറ്റിക്കലുകാർക്കും അറിയാം എന്താ സാധനം. ടോട്ടൽ വരുമാനത്തെ ടോട്ടൽ എണ്ണം കൊണ്ട് ഹരിക്കുക. GDP എങ്ങനെയാ കൂട്ടുക? 2 വഴിയുണ്ട്. ടോട്ടൽ വരുമാനം കൂട്ടാം, പിന്നെ ജനങ്ങൾ എണ്ണം കുറയ്ക്കാം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയാണ്. ഇവിടെ ഒരാൾക്ക് എത്ര ചോറുണ്ട്? ഒരാൾക്ക് 1 പാക്കറ്റ് ചോറുണ്ട്, ഒരാൾക്ക് 2 പാക്കറ്റ് ചോറ് തരാവോ? ഇപ്പൊ സ്വാഗത സംഘക്കാർ പറയും ആലോചിക്കട്ടെ, ഒന്നുകൂടി ചോറ് എവിടെ നിന്ന് കിട്ടണ്ടേ? ഒന്ന് കിട്ടിയാൽ പോരല്ലോ, കുറേ എണ്ണം വേണ്ടേ? അപ്പൊ കുറേ എണ്ണം ഒന്നുകൂടി കിട്ടണം. അത് വലിയ പണിയാണ്. അതിനേക്കാൾ എളുപ്പം എന്താ? പകുതി ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം, അപ്പോൾ ഒരാൾക്ക് 2 ചോറുണ്ട്. ഇതാണ് ഹിറ്റ്ലർ ചെയ്ത ഐഡിയ. ഐസ്മാൻ എന്ന ഹിറ്റ്ലറിന്റെ ഉപദേശകൻ പറഞ്ഞു, വെരി സിമ്പിൾ, 65 lakhs ഓഫ് ജ്യൂസ് ആർ ദർ. 65 lakhs, മോർ ദാൻ ദാറ്റ്. ഒരു 65 ലക്ഷത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് കൊല്ലാം. അപ്പൊ GDP വരും, ജർമ്മനിയുടെ പാരമ്പര്യം വരും, ജർമ്മനിയുടെ ഇസ്സത്ത് വർദ്ധിക്കും. നമ്മളെ ഭാഷ പറഞ്ഞാൽ ഇസ്സത്ത് അങ്ങോട്ട് വർദ്ധിക്കും, GDP അങ്ങോട്ട് വരും. അപ്പോൾ ഡിനോമിനേറ്റർ അങ്ങ് കുറച്ചാൽ 65 ലക്ഷം ആൾക്കാരെ ഗ്യാസ് ചേമ്പറിലിട്ട് വല്ലാതെയൊക്കെ കരിച്ചെന്ന് കൊന്നാളിഞ്ഞ് GDP ഉയർന്നു, യൂണിഫോമായി, എല്ലാവരും ഒരേപോലെ ആലോചിക്കൂ. ആര്യന്മാരാണ് നമ്മൾ, നമ്മുടെ ശുദ്ധരക്തമാണ്. ശുദ്ധരക്തം കേൾക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ മുദ്രാവാക്യം? ശുദ്ധരക്തം. ആ മുദ്രാവാക്യങ്ങൾ ഹിറ്റ്ലറിയൻ മുദ്രാവാക്യങ്ങളാണ്. അത് പല കുപ്പായങ്ങൾ ഇട്ട് വരും, ശുദ്ധരക്തത്തിന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് നമ്മൾ യൂണിഫോം ആവണം. എന്തിനാണ് ഈ 370 എന്ന് ചോദിക്കുന്നത്? ആ ചോദ്യത്തിന്റെ മറ്റൊരു പകർപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭരണഘടനാപരമായ പ്രതിസന്ധി എന്നതിനെക്കുറിച്ച് പറയുന്നത്, ജനാധിപത്യപരമായ പ്രതിസന്ധി എന്നതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് അൺലൈക്കുകളെ നിരാകരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നിഷേധിക്കലാണ്. അൺലൈക്കുകളെ, വൈജാത്യങ്ങളെ നിങ്ങൾ നിരാകരിക്കുമ്പോൾ നിങ്ങൾ ഭരണഘടനയെ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ അനാർക്കിസത്തിലേക്ക് പോകുന്നു. എളുപ്പം നിങ്ങൾക്ക് തോന്നും വളരെ വേഗം കിട്ടും ലാഭമെന്ന്, വളരെ വേഗം GDP ഉയരുമെന്ന് തോന്നും. നവഖാലിയിലെയും ടിപ്പേറയിലെയും, നിങ്ങൾക്ക് ഈ പേരുകൾ അറിയുമായിരിക്കും അല്ലേ? നവഖാലിയിലെയും ടിപ്പേരയിലെയും തെരുവുകളിലൂടെ ഒരു അർദ്ധനഗ്നനായ ഗാന്ധി നടന്നുപോയിരുന്നു 947 ഓഗസ്റ്റ് മാസത്തിൽ 14, 15, 16, 17 ദിവസങ്ങളിലൊക്കെ. നവഖാലിയിലും ടിപ്പേരയിലും എന്തായിരുന്നു അയാൾക്ക് പണി? വൈജാത്യങ്ങളെ ജ്വലിപ്പിച്ച് നിർത്തലായിരുന്നു. അൺലൈക്സുകൾക്കൊപ്പം ജീവിക്കൂ എന്ന് പറയലായിരുന്നു. നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ട് മാറാട്ടുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു കലാപം ഇടക്കാലത്ത്. അന്ന് ആൾക്കാർ അപ്പുറം ഇപ്പുറം നിന്നും കമ്മ്യൂണൽ ഹാർമണി എന്ന പേര് പറഞ്ഞാൽ അവിടെ പൊട്ടും.
ആ പേര് മിണ്ടിപ്പോരുത്, കമ്മ്യൂണൽ ഹാർമണി. അത് അത്യന്തം അവർ വെറുത്തൊരു പദമാണ്. എന്ത് കമ്മ്യൂണൽ ഹാർമണി, ഇത് ഒരു തോന്നിവാസമാണെന്ന് അവർ പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങും, പറഞ്ഞാൽ വീണ്ടും തുടങ്ങും. അപ്പോൾ അവിടെ പോയിട്ട് ചില ആൾക്കാർ ജോലി ചെയ്തു, അവർ പറഞ്ഞു കമ്മ്യൂണൽ ഹാർമണി അങ്ങനെ പറയണ്ട, നമ്മൾ എന്ത് പറയാം, നമ്മൾ ടോട്ടൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം, ടോട്ടൽ ഡെവലപ്മെൻറ്റ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പാവങ്ങൾ ശരിയാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നന്നായി പോയി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഇങ്ങനെ നാടുകളിലുള്ള അപ്പുറം ഇപ്പുറം നിന്ന ആൾക്കാരുടെ ഇടയിൽ വൈജാത്യങ്ങളെ സ്ഥാപിച്ചെടുക്കാനാണ് തിപ്പേരയിലൂടെയും നവഖാലിയിലൂടെയും ഗാന്ധി എന്ന മനുഷ്യൻ നഗ്നപാതനായി നടന്നത്. ആ രാജ്യത്ത് നിന്നാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്, നിങ്ങൾ ആ 370 അങ്ങ് ഉപേക്ഷിച്ചാളി എന്ന്. നിങ്ങൾ ആ വെറുതെ ഇങ്ങനെ വാശി പിടിക്കല്ലേ എന്ന്, നിങ്ങളിങ്ങനെ വാശി പിടിക്കല്ലേ, ബീഫ് അങ്ങ് ഉപേക്ഷിച്ചേക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ബീഫ് ഉപേക്ഷിച്ചിട്ട് എല്ലാം കൂടി പാക്ക് ചെയ്ത് അങ്ങ് കയറ്റുമതി ചെയ്യുക. എന്നിട്ട് എല്ലാവരും കഴിച്ചോട്ടെ എന്ന് പറയാം. അപ്പോൾ ലാഭം ഉണ്ടാവില്ല. ഈ അഭിപ്രായങ്ങളെ വെറും പൊളിറ്റിക്കൽ അജണ്ടകളായി മാത്രം കണ്ടാൽ മതിയാവില്ല. ഇത് നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ചു കളയും. ഇത് വാചകങ്ങൾക്ക് അനാവശ്യമായ അർത്ഥങ്ങൾ നൽകും. എന്നിട്ട് നമ്മെ ലിബറലുകളാക്കാൻ ശ്രമിക്കും. ഏത് ലിബറലുകളെ? അനാർക്കിസത്തിന്റെ ലിബറലുകളെ. നിങ്ങളെ ലിബറലിസം എന്ന ആശയത്തെ ഉപേക്ഷിച്ച് ആ പദത്തിനകത്തേക്ക് കടത്തും. ജനാധിപത്യം എന്ന ആശയത്തെ ഉപേക്ഷിച്ച് ആ പദത്തിനകത്തേക്ക് നിങ്ങളെ കടത്തും. ജനാധിപത്യം എന്ന പദത്തിനകത്ത് കടത്തും. എന്നിട്ട് പറയും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അത്, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്ന്. എന്തോ വലിയ അധികാരമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്നത് ഒരു അധികാരമല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. അതൊരു അമിത ഭാരമാണ് ഗവൺമെന്റിന്റെ തലക്ക്. ഇപ്പോഴോ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്ന് അത് നിങ്ങൾ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നോക്കിയാലും കാണാം, കേന്ദ്രത്തിൽ നോക്കിയാലും കാണാം. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്ന് പറയൽ, ആ പറച്ചിൽ ആരെങ്കിലും പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടി പറയുന്നത് മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. മറിച്ച് അതൊരു ആശയമായി വികസിക്കുന്നുണ്ട്. നമ്മൾ കാത്തു നിൽക്കണം, നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അതൊക്കെ വൈജാത്യങ്ങളെ നിരസിക്കാനുള്ള, വൈജാത്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ്. നമുക്ക് അനേകം മനുഷ്യരെ ഒത്തുപിടിച്ച് കൊണ്ടുപോകാനുള്ളതാണ് ഈ രാജ്യം. അതിനെ പങ്കുവെച്ചുകൊണ്ട്, എല്ലാവരെയും ഇഷ്ടപ്പെട്ടുകൊണ്ട്, അപ്പുറത്തുള്ള ആൾ എന്ത് പറഞ്ഞാലും അയാൾ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, നമുക്ക് യോജിക്കാനാവാത്ത, നമ്മുടെ ബുദ്ധി കൊണ്ട് പോലും നമുക്ക് ആലോചിക്കാനാവാത്ത ആശയങ്ങൾ പറഞ്ഞാലും അയാൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊരു മിനിമം പ്രൊട്ടക്ഷൻ നൽകാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അയാൾ പറയുന്നത് വിസ്ഫോടനാത്മകമായ നശീകരണപരമായ ആശയമല്ലാത്തിടത്തോളം അയാളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് രാജ്യം നിലനിൽക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ടതും മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടാനുള്ള വലിയ വിശാല മനസ്സുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ വൈജാത്യങ്ങൾക്കൊപ്പം നിൽക്കും. രാജ്യത്ത് വെളുത്തവൻ കറുത്തവൻ എന്ന വ്യത്യാസം ലോകത്ത് ഇപ്പോഴും മാഞ്ഞുപോയിട്ടില്ല എന്ന് നമുക്കറിയാം. 2022 നമുക്ക് അമേരിക്കയിൽ നിന്ന് വീണ്ടും ശ്വാസം മുട്ടിച്ച് കൊന്നതിന്റെ കഥ കേൾക്കാനായത്. ഐ ഹാവ് ടു ബ്രീത്ത് എന്ന വല്ലാത്തൊരു മുദ്രാവാക്യം കേട്ടത്. ഐ ഹാവ് ടു ബ്രീത്ത്, ഐ കാൺട്ട് ബ്രീത്ത് എന്ന് ഒരു മനുഷ്യൻ തെരുവിൽ നിന്ന് യാചിച്ചത് ഈ 21-ാം നൂറ്റാണ്ടിലാണ്. നിങ്ങൾ ഈ പറയുന്ന പുരോഗമന കാലത്താണ്. 1948 ഒക്ലഹാമ യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരന് അഡ്മിഷൻ കൊടുത്തത് എന്ന്. 1948 ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരന് ഒക്ലഹാമ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുത്തത് അന്നാണ് എന്ന്. 1948 എവിടെ അഡ്മിഷൻ കൊടുത്തത്? നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ സീറ്റിലല്ല. വിദ്യാർത്ഥികൾ സീറ്റിലിരിക്കുന്നു, കറുത്ത വർഗ്ഗക്കാരനെ ആ വാതിലിനടുത്ത് ഒരു ടേബിൾ ഇട്ട് ഒരു ചെയറും ഇട്ട് അവിടെ ബഹുമാനിച്ചിരുത്തിയിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിപ്പോവരുത്, ഇങ്ങോട്ട് അടുക്കരുത്. ആ വാതിൽ വഴി വരിക, അവിടെ ഇരിക്കുക, ആ വാതിൽ വഴി തന്നെ ഇറങ്ങിപ്പോവുക. ബാക്കി വിദ്യാർത്ഥികൾ ഈ വാതിൽ വഴി വരും, ഇവിടെ ഇരിക്കും, അങ്ങോട്ട് പോകും. ആ ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും. 1948 ഈ പറയുന്നത്. അന്ന് ഇന്ത്യക്കാർക്ക് സിവിലൈസേഷൻ ഉണ്ടാക്കാൻ വന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് നമുക്ക് സിവിലൈസേഷൻ നൽകാൻ. അൺസിവിലൈസ്ഡ് ആയതുകൊണ്ട് കോങ്കോയിലേക്ക് കുഷ്ഠരോഗക്കാരെ ചികിത്സിക്കാൻ പോകാതിരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇസ്ലാമിക പരിസരത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അൺലൈക്കുകളെ കുറിച്ച്. കറുത്തവൻ വെളുത്തവനൊന്നുണ്ടോ? ചുവന്നവൻ വെളുത്തവനൊന്നുണ്ടോ? അങ്ങനെ ഒരു ഫളലും ഇല്ല എന്ന്, ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് പൊളിറ്റിക്കലായ രാഷ്ട്രീയപരമായ ഒരു പ്രഖ്യാപനത്തെ 6-ാം നൂറ്റാണ്ടിൽ നടത്തിയ ആളാണ് വിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
അങ്ങനെ കറുത്തവനും വെളുത്തവനും ചുവന്നവനും ചുവന്നു തുടുത്തവനും എല്ലാവരും ഒരേ സൊഫിൽ അണിനിരന്ന് നിൽക്കുക എന്നത് ഒരു പ്രാസപ്രയോഗമല്ല പ്രിയപ്പെട്ടവരെ. അതൊരു പ്രാസത്തിന് വേണ്ടി പ്രയോഗിക്കുന്നതല്ല. 948 ആ വിധാനത്തിലെത്താൻ ഇവിടുത്തെ വികസിത രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞ്. ഇന്നും സാധിച്ചിട്ടില്ല. ആരെയൊക്കെയോ പേടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ ഇന്നും സാധിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് തെരുവിൽ ആ കറുത്ത വർഗ്ഗക്കാരനെ കാൽമുട്ടുകൊണ്ട് ഞെക്കി കൊന്നുകളഞ്ഞത്. അത്രയേ ആ ജീവന് വിലയുള്ളൂ. ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ എന്ന് ജോർജ് ഓർവെലിന് അനിമൽ ഫാമിൽ പറയേണ്ടി വന്നത് ഈ വികസിത രാജ്യങ്ങളെ നോക്കിക്കൊണ്ടാണ്. ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ. ഇപ്പൊ ഈക്വൽ എന്ന് നമ്മോട് പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഇങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മോർ ഈക്വലും കൂടി ഉണ്ട്. ഒരു മോർ ഈക്വൽ, അത് വെളുത്തവൻ, പണക്കാരൻ, ഞങ്ങളുടെ രാജ്യക്കാരൻ, ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നവൻ, ഈ പർട്ടിക്കുലർ മതം ഫോളോ ചെയ്യുന്നവൻ, അതിൽ ഇന്ന കാര്യം മാത്രം ചെയ്യുന്നവൻ, അങ്ങനെ ഒരു മോർ ഈക്വൽ ഉണ്ട്. അങ്ങനെ ഒരു മോർ ഈക്വൽ ഇല്ല. വിശുദ്ധമായ ഇസ്ലാമിനകത്ത് മുഴുവൻ ആൾക്കാരെയും, മുഴുവൻ അൺലൈക്കുകളെയും ചേർത്ത് പിടിച്ച് അതിൽ തന്നെ പാവപ്പെട്ടവരെ കുറിച്ചുള്ള പ്രഖ്യാപനം എന്താണ്? അബലരെ കുറിച്ച്, തിരസ്കൃതരെ കുറിച്ചുള്ള പ്രഖ്യാപനം എന്താണ്? ഇന്നമാ തുർസഖൂന ബിഹിം, അവർ കാരണമാണ് നിങ്ങൾക്ക് കൂടി ഫുഡ് കിട്ടുന്നത്, അവർ കാരണമാണ് നിങ്ങൾക്ക് കൂടി റിസ്ക് ലഭിക്കുന്നത്, നിങ്ങൾക്ക് കൂടി ഇസ്സത്ത് ലഭിക്കുന്നത്, അവർ കാരണമാണ്. എത്ര ഉയർന്ന രാഷ്ട്രീയ പ്രഖ്യാപനമാണത്! എത്ര ഉയർന്ന രാഷ്ട്രീയ പ്രഖ്യാപനമാണത്! നിങ്ങളുടെ കൂട്ടത്തിലെ ദുഅഫാഇനെ കൊണ്ട്, അബലരെ കൊണ്ടാണ് നിങ്ങൾക്ക് കൂടി റിസ്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നതുള്ള അതിബൃഹത്തായ പൊളിറ്റിക്കൽ പ്രഖ്യാപനം നടത്തിയ ഒരു മതത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തിന് ഉത്തരമായി പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഷെയർ ലൈക്സ് അബൈഡ് അൺലൈക്സ്. നിങ്ങൾ അൺലൈക്കുകളെ കൂടി ചേർത്ത് പിടിക്കൂ. വ്യത്യസ്തതകളെക്കുറിച്ച്, വൈജാത്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ പ്രയാസമല്ല, അവയെ കൂടി ചേർത്ത് വെക്കാനുള്ള വിശാല മനസ്സാണ് ഉണ്ടാവേണ്ടത്. മദീന ചാർട്ടറിനകത്ത് ആ വിശാലതയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പോഴും ആ വിശാലത ഉൾക്കൊള്ളാൻ സിവിലൈസ്ഡ് ആയ, ഡെമോക്രാറ്റിക് ആയ റിപ്പബ്ലിക്കുകൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുമ്പോൾ, നിങ്ങളുടെ തിയറികൾ വെച്ച് പരിശോധിച്ച് നോക്കൂ, നിങ്ങളുടെ എക്കണോമിക്സ് തിയറി വെച്ച് പരിശോധിക്കൂ, നിങ്ങൾ ആഡം സ്മിത്തിനെ വെച്ച് പരിശോധിക്കൂ. സാധിക്കുന്നുണ്ടോ നമ്മുടെ രാജ്യങ്ങൾക്ക്? അവിടെയാണ് 6-ാം നൂറ്റാണ്ടിൻ്റെ പൊലിമയെ നമ്മൾ കാണുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ഉത്തരത്തെ വീണ്ടും വീണ്ടും പറയുന്നു. ആ ഉത്തരത്തെ വീണ്ടും വീണ്ടും പ്രോജ്വലിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുന്നു. വിശുദ്ധരായ ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന വിശാലമായ പങ്കുവെപ്പിനെ കുറിച്ച്, വിശാലമായ ചേർത്തുപിടിക്കലിനെ കുറിച്ച്, ഓരോരുത്തരുടെ മനസ്സിലും നിങ്ങളുടെ റിസ്ക് അയാൾ കാരണമാണ് എന്ന വിചാരത്തെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനാവുമെങ്കിൽ അതിലും അപ്പുറം ഒരു ഉത്തരം ഈ രാജ്യത്തിന് നമുക്ക് നൽകാനില്ല. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയർ ലൈക്സ് അബൈഡ് ആൻഡ് ലൈക്സ് പ്രമേയത്തിൽ നമ്മോട് സംസാരിച്ച ജബർ സർക്ക് 1000 സന്തോഷങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ വേദിയിൽ എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫോഡിൽസ് അവസാന സെഷൻ നടക്കുകയാണ്. അവതാരകരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.